അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കണ പോലെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഈശോയെ, ലോകം മുഴുവനും. ആ മക്കളെയെല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ, ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് ഈശോ, അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവരെ സന്ധിക്ക് സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ.
ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട്, ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട്. കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്, അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലർ ഓപ്പറേഷൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, എന്താർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണതുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കണ്ടത്. ഇപ്പോഴും ഞാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയുകയാണ്. നിങ്ങളിത് സഹായിക്കുമെന്ന് എനിക്കറിയാം. അതായത് നമ്മളിൽ ദൈവരാജ്യം രൂപപ്പെട്ട് വരുന്നതിൻ്റെ വഴി എന്താണ്? വിശ്വാസമാണ്. വിശ്വാസം വർത്തമാനമാകുമ്പോഴാണ് ദൈവസ്നേഹം വർദ്ധിക്കണം. നമ്മൾ ഇന്നലെ കണ്ടു. ആ ദൈവസ്നേഹം വർദ്ധിക്കുന്നതോടുകൂടി ദൈവരാജ്യം സംജാതമാകും. അപ്പോൾ വിശ്വാസത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വികാരമായി നിൽക്കുന്ന എല്ലാ സ്നേഹരാഹിത്യത്തിൻ്റെ അരൂപികളെക്കുറിച്ച് നമ്മൾ അനുദപിക്കേണ്ടി വരും. ആ ഒരു സൂചനയാണ് കർത്താവ് ആദ്യമേ തരുന്നത്. മർക്കോസിൻ്റെ 1:14-15 എടുത്തേ. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അപ്പൊ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കർത്താവ് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിക്കുകയാണ്. ഈ ദൈവരാജ്യവും ഇനിയിപ്പോ ഇതുമായി കണക്ഷനുള്ള ഏതാണെന്ന് നോക്കിയേ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഈ വിശ്വാസത്തോടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ പറയണത് അതിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് പറയണത്. അത് വളർച്ച ഒരു ഘട്ടങ്ങളുണ്ടാവും. മർക്കോസിന് 4:26 വായിച്ച്. അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യം ഇല. ദൈവരാജ്യം നമ്മൾ വളരുന്ന രീതി കണ്ടില്ലേ? വിശ്വാസ വളർച്ച അനുസരിച്ചാണ് ദൈവരാജ്യം വളർന്നു വരണത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം ഇല, പിന്നെ കതിർ. രണ്ടാമതൊരു സ്റ്റെപ്പ് ഉണ്ട് വിശ്വാസ വളർച്ചയുടെ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? പിന്നെ കതിർ. തുടർന്ന് കതിരിൽ ധാന്യമണികൾ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പൊ വിശ്വാസത്തിന്റെ വളർച്ചയില് ആദ്യം ഇലയുണ്ട്, പിന്നെ കതിരുണ്ട്, പിന്നെ കതിർ നിറച്ച ധാന്യമണികളുണ്ട്. അപ്പൊ വിശ്വാസത്തിന് എപ്പോഴും പറയണത് ഒരു വിശ്വാസത്തിന്റെ വളർച്ചയിൽ നിന്നാണ് നമ്മൾ ദൈവരാജ്യം രൂപപ്പെട്ടു വരുന്നത്. ദൈവരാജ്യവും വളരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ, നമുക്ക് കലപ്പയിൽ നമ്മൾ കൈവച്ചിരിക്കുന്ന ഉടമ്പടിയിലൂടെ പിന്തിരിഞ്ഞ് നോക്കാൻ പറ്റത്തില്ല. നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. പക്ഷെ മുന്നോട്ട് പോകണ അല്ല പ്രശ്നം, വളരാതെ പറ്റത്തില്ല. അപ്പോൾ കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളെ വിശ്വാസത്താൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കണം. അതൊരു മെയിൻ സംഭവമാണ്. ഞങ്ങളെ സുവിശേഷത്തിൽ വളർത്തണമേ, പരസ്നേഹത്തിൽ വളർത്തണമേ, അങ്ങനെയുള്ള ഉടമ്പടിയിൽ വളർത്തണമേ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യാൾത്താരയിൽ അമ്മയ്ക്ക് സാക്ഷിയാകാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുവദിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റാണി റോബി. ഇതെൻ്റെ ഹസ്ബൻഡ് റോബി.
ഇത് മൂത്ത മകൾ റോസ്മിൻ, ഇത് ഇളയ മകൾ മരിയ. ഞങ്ങൾ ദുബായിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 3 പേരും ദുബായിലാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ 3 പേരും അമ്മയ്ക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് 3 പേരും ഒരുമിച്ച് ലീവെടുത്ത് വന്നിരിക്കുകയാണ്. ഏശയ്യ 59:1 ഇപ്രകാരം പറയുന്നു: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാൻ ആവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഞാൻ 15/5/2023 മുതലാണ് ആദ്യമായി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യമായി എടുത്തിരുന്നത്. അത് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് എനിക്ക് അടുത്ത മാസം ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിനും ഒരു 9 മാസം 8 മാസം 6 മാസം മുമ്പ് എൻ്റെ മകളെയും ഞാൻ ജോലിക്കായിട്ട് ദുബായിലേക്ക് കൊണ്ടുപോയിരുന്നു. അവൾ MBA പഠിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജോലിക്കായിട്ട് ദുബായിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ മകൾക്ക് നല്ലൊരു കമ്പനിയിൽ അഡ്മിനായിട്ട് ജോലി ലഭിച്ചു. നല്ലൊരു സാലറിയിൽ. എല്ലാവരും പറഞ്ഞു ഭയങ്കര ലക്കാണ്, ഇത്രയും നല്ല സാലറിയിൽ മകൾക്ക് ജോലി ലഭിച്ചത് ഭയങ്കര ലക്കാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ആ ജോലി ഒരു 6 മാസമേ തുടർന്നു പോകാനായിട്ട് സാധിച്ചുള്ളൂ. ഇവരുടെ കമ്പനി എംപ്ലോയീസിനെയൊക്കെ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ടെർമിനേഷൻ കിട്ടി ജോലി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ആ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ സാലറിയിൽ നിന്നാണ് മോളുടെ കാര്യങ്ങളെല്ലാം അടുത്ത കമ്പനിയിൽ പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ അവൾ അവിടെ തന്നെ മറ്റ് കമ്പനികളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നല്ലൊരു വേക്കൻസി ഒന്നും അത് കഴിഞ്ഞ് പിന്നെ ഇത്രയും UAE എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും നല്ലൊരു വേക്കൻസി ഒന്നും വന്നില്ല. ആ അവസരത്തിലാണ് എൻ്റെ ജോലി നഷ്ടപ്പെടുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇനി അടുത്ത മാസം തൊട്ട് ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളൊരു വല്ലാത്തൊരു വിഷമത്തോടു കൂടി ഞാൻ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ മൊബൈലിലേക്ക് ആദ്യമായി ഒരു സാക്ഷ്യം ഇങ്ങനെ കയറി വന്നു. ഞാൻ സത്യത്തിൽ ഇവിടുത്തെ കൃപ അത്ര എനിക്ക് അറിയില്ലായിരുന്നു, ഈ പള്ളിയെക്കുറിച്ച് അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാലോ, നല്ലതാണല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ കുറേ സാക്ഷ്യങ്ങൾ ഇരുന്നിട്ട് ഞാൻ കണ്ടു, കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് UAE അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റുമെന്ന് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ അന്ന് നവംബർ 1 2022 നവംബർ 1-ാം തീയതി ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യമായി വെച്ച എൻ്റെ നിയോഗം എനിക്കൊരു ജോലി അടുത്ത മാസം തന്നെ കിട്ടണം എന്നുള്ളതായിരുന്നു. രണ്ടാമത് വെച്ച നിയോഗം എൻ്റെ മകൾക്കൊരു ജോലി ലഭിക്കണം. മൂന്നാമത് വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ 25 വർഷമായിട്ടുള്ള മദ്യപാനം അത് ഒന്ന് മാറിക്കിട്ടണം എന്ന് ഞാൻ മൂന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു. അങ്ങനെ നവംബർ 10 ദിവസം കഴിഞ്ഞു. ഞാൻ എൻ്റെ പ്രാർത്ഥനകളെല്ലാം 5:30 ആകുമ്പോൾ തന്നെ എഴുന്നേറ്റ് എൻ്റെ പ്രാർത്ഥനകളും എല്ലാം വളരെ കൃത്യതയോടെ ചെയ്തു പോന്നു. കാരുണ്യ പ്രവൃത്തികളും എല്ലാം ഞാൻ നമ്മുടെ കയ്യിൽ ഉള്ള പൈസ കൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ നിന്നും ഓരോ അക്കൗണ്ട് നമ്പറുകൾ, രോഗികളുടെ അക്കൗണ്ട് നമ്പറുകൾ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്കൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു: റാണി, മദ്യം ഇനി എൻ്റെ നാവിൽ ഒഴിക്കില്ല, മദ്യം കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റുമുള്ളൂ എന്നെനിക്കൊരു മെസ്സേജ് അയച്ചു. എനിക്കപ്പോൾ തന്നെ മനസ്സിലായി അത് എൻ്റെ മാതാവ് പ്രവർത്തിച്ചതാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ മക്കളോട് പറഞ്ഞു, പപ്പ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പപ്പ ഞാൻ മദ്യം കഴിക്കില്ല എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, പപ്പ ഇങ്ങനെ കുറേ മോഹന വാഗ്ദാനങ്ങൾക്ക് നമുക്ക് തന്നിട്ടുണ്ട്, അടുത്ത മാസം ക്രിസ്മസ് ആണ് വരുന്നത്, പിന്നെ ഈസ്റ്റർ വരുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് മമ്മി തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ക്രിസ്മസും കഴിഞ്ഞു, ഈസ്റ്ററും കഴിഞ്ഞു, 2026 ഇതുവരെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ മദ്യപിച്ചിട്ടില്ല. അന്ന് ആ 10 ദിവസത്തിനുള്ളിൽ തന്നെ മദ്യപാനം നിർത്തിയതാണ്. പിന്നെ ഡിസംബർ 23 എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ എത്തി. ജനുവരി 6-ാം തീയതി, ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലി ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മകളുടെ ജോലിയുടെ കാര്യമായിരുന്നു. മകൾക്ക് പിന്നെ അത് കഴിഞ്ഞെങ്കിലും
നല്ലൊരു ജോലിയൊന്നും പിന്നെയും ലഭിച്ചില്ല. പിന്നെ ഞാൻ ഈ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഇതിൽ ഒരു കമ്പനിയിൽ ഒരു ചെറിയ ജോലി ലഭിച്ചു. അതൊരു 2 മാസമേ അതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1 മാസത്തെ സാലറി അവർ കൊടുത്തുള്ളൂ. അപ്പോഴും ഞങ്ങളാകെ വിഷമത്തിലായി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2-3 മാസം വീണ്ടും ജോലിയില്ലാതിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു കമ്പനിയിൽ ഒരു ചെറിയ ജോലി ലഭിച്ചു. ആ ജോലിയും ഇതുപോലെ 3-4 മാസം ജോലി ചെയ്തെങ്കിലും ഒരു 2 മാസത്തെ സാലറി അതിനും കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ മനസ്സിൽ പിന്നെ മോളും ഓൺലൈനായിട്ട് ഉടമ്പടി അവിടെ വെച്ച് തന്നെ എടുത്തു. ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുതിയ ജോലിക്ക് കയറിയിട്ട് 4 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഞാനിവിടെ വന്നിട്ട് ഒന്ന് തീർത്ഥാടന ഉടമ്പടി ഒന്ന് എടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ, ഈ പള്ളിയിലൊന്ന് വരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നാട്ടിൽ പോകാൻ, ഒരു 10 ദിവസത്തേക്ക് നാട്ടിൽ പോകാൻ വേണ്ടി എനിക്ക് അനുവാദം കിട്ടിയത്. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് അങ്ങനെ 10 ദിവസത്തേക്ക് നാട്ടിൽ വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചത് എൻ്റെ മകളുടെ ജോലിയുടെ കാര്യമാണ്. അത് ഞാൻ വെച്ചത് 1 മാസം മുന്നോട്ട് നീട്ടി. ഞാൻ മെയ് 5-ാം തീയതിയാണ് ഞാനിവിടെ മെയ് 15-ാം തീയതിയാണ് ഞാനിവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നിയോഗമായിട്ട് എഴുതിയത് ജൂൺ 10-ന് എൻ്റെ മകൾക്കൊരു നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കണം എന്ന് ഞാൻ എഴുതി. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ഇവിടെ വരണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ മകൾക്ക് ഒരു ഇൻ്റർവ്യൂ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ വന്നു. നല്ലൊരു കമ്പനിയിൽ നല്ല ഒരു ഇൻ്റർവ്യൂ വന്നു. മകൾ ആ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു. പക്ഷേ അവൾ ഓവർ ക്വാളിഫൈഡ് ആയതുകൊണ്ടും പിന്നെ അവളുടെ പൊസിഷനിൽ അവിടെ ഒരു ജോലി ഒരു വേക്കൻസി ഇല്ലാത്തത് കൊണ്ടും അവർ റിജക്റ്റ് ചെയ്തു. ഞാനിവിടെ വന്ന് പിന്നെ ഉടമ്പടിയിൽ ഇത് വെച്ചു. ഉടമ്പടിയെടുത്ത് ഞാൻ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി, അന്ന് റിജക്റ്റ് ചെയ്ത ആ കമ്പനിയിൽ നിന്ന് വീണ്ടും അവർ എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മാതാവിന് 1000 നന്ദി. അത് കഴിഞ്ഞപ്പോൾ ആ ജോലിയിൽ തന്നെ അവൾ പഠിച്ച അതേ പൊസിഷനിൽ തന്നെ ഓപ്പറേഷൻസിൽ ലോജിസ്റ്റിക്സിൽ അവൾക്ക് ജോലി ലഭിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ സമയത്ത് ഷാർജയിലായിരുന്നു. അപ്പോൾ അവൾക്ക് ജോലി ലഭിച്ചത് ദുബായിൽ കുറേ അകലെയായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ വിഷമായിരുന്നു, കുറേ അകന്നു പോയില്ലോ എന്നുള്ളൊരു വിഷമായിരുന്നു. അപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജൂൺ 9-ാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി, എനിക്ക് ഷാർജയിലേക്ക് ഇൻചാർജായിട്ട് കമ്പനിയുടെ ഇൻചാർജായിട്ട് എനിക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വെച്ച ഡേറ്റ് ജൂൺ 10. ജൂൺ 9-ാം തീയതി എന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നു, ജൂൺ 10-ന് അവൾ ഷാർജയിലേക്ക് വന്ന് ആ കമ്പനിയിൽ ഇൻചാർജായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ പരിശുദ്ധ അമ്മ ഈശോ വഴിയായി എൻ്റെ മകൾക്ക് ആ കമ്പനിയിൽ ഇപ്പോഴും നല്ല പൊസിഷനിൽ ജോലി ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. അടുത്ത എൻ്റെ സാക്ഷ്യം, ഞാൻ ഒരു ഫ്രീലാൻസ് വിസ എടുത്ത് ഞാൻ 7 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫ്രീലാൻസ് വിസ സ്വന്തമായി എടുത്ത് ദുബായിലേക്ക് പോകാം എന്ന് മനസ്സിൽ കണ്ട് ഞാൻ ഒരു ട്രാവൽ ഏജൻസിക്ക് ഒരു 1 lakh rupees നൽകി. പക്ഷേ അവർ പറയും നോർമലി ഒരു 10 ഡേയ്സിനുള്ളിൽ നമുക്ക് വിസ അപ്രൂവലായിട്ട് വരേണ്ടതാണ്. പക്ഷേ 10 ഡേയ്സും കഴിഞ്ഞ് 25 ദിവസമായി. പക്ഷേ എൻ്റെ വിസ വന്നില്ല. അവർ പറയുന്നത് പ്രോസസ്സിങ്ങിലാണ് എന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഞാൻ വിചാരിച്ചു, ദൈവമേ, എൻ്റെ പൈസ നഷ്ടപ്പെട്ടോ, അവരെനിക്ക് വിസ അടിച്ച് തരില്ലേ? ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നത് കാരണം ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പക്ഷേ വിസ 10 ദിവസം കഴിഞ്ഞാൽ വിസ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 1 മാസം മുന്നോട്ടെടുത്ത് ഞാൻ ടിക്കറ്റ് വരെ എടുത്തിരുന്നു. പക്ഷേ എൻ്റെ ടിക്കറ്റിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ലോഡിംഗ് എന്നാണ് കാണിക്കുന്നത്, പ്രോസസ്സിങ് നടത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ടിക്കറ്റിന് 6 മണിക്കൂർ മുമ്പേ നമുക്ക് ക്യാൻസൽ ചെയ്താൽ മതി, അതുവരെ നമുക്ക് നോക്കാം, വിസ വരുമെന്ന് അവർ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഓൾഡ് ഏജ് ഹോമിൽ കാരുണ്യ പ്രവൃത്തി രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്ലൈറ്റ് പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ എന്നെ ആ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ആ ആൾ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ പോണ ഫ്ലൈറ്റ് ഒരു കുറച്ച് മണിക്കൂറുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം
പാസഞ്ചേഴ്സിൻ്റെ സൗകര്യാർത്ഥം നമുക്ക് മുന്നോട്ട് ഒരു 5 ദിവസം കൂടി നമുക്ക് മുന്നോട്ട് ചൂസ് ചെയ്യാം, ആ ഒരു ദിവസത്തേക്ക് നമുക്ക് ടിക്കറ്റ് മാറ്റാം എന്നുള്ളൊരു അറിയിപ്പ് ആൾ ആ സമയത്താണ്, കറക്റ്റ് ആ ടൈമിലാണ് എന്നോട് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ലാസ്റ്റ് 5-ാമത്തെ ദിവസം തന്നെ ഞാൻ ആ ടിക്കറ്റ് എൻ്റെ മാറ്റിക്കോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വിസ വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ആ 5-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ 25-ാം തീയതി ആയിരുന്നു. പിന്നെ 3 ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടെ ജപമാല റാലി തുടങ്ങിയായി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ഇത്രയും ഇവിടെ നിന്നു, ഈ വിസയ്ക്ക് വേണ്ടി നമ്മൾ കാത്തു നിന്നു, ഈ ജപമാല റാലിയുടെ തൊട്ട് അടുത്ത് എനിക്ക് വിസ വന്ന് ഞാൻ പോകുന്നതിലും നല്ലത് ജപമാല റാലി കൂടിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ വിസ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് എനിക്കായി. പക്ഷേ 24-ാം തീയതി ആയിട്ടും എനിക്ക് വിസ വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോളൂ, ഞാൻ അത് കഴിഞ്ഞ് വിസ സാവധാനം വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഞാൻ പിന്നെ ഈ 28-ാം തീയതി ജപമാല റാലിയിൽ പങ്കെടുത്തു. ജപമാല റാലിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ഒരു തടസ്സവുമില്ലാതെ എനിക്ക് എൻ്റെ വിസ വരണം, കയറി പോകാൻ പറ്റണം എന്ന് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ജപമാല റാലി കഴിഞ്ഞ് ചെന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ എൻ്റെ വിസ വന്നു. വിസ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ടിക്കറ്റ് എടുത്തു. എനിക്ക് വിസ ക്യാൻസലായതിൽ നമുക്ക് 25% നമുക്ക് നഷ്ടം വരും. അതും പിന്നെ പുതിയ ടിക്കറ്റ് എടുക്കുമ്പോൾ കൂടുതലായി വന്ന പൈസയും അങ്ങനെ 5000 രൂപയോളം ആയിരുന്നു. അത് എനിക്ക് ട്രാവൽ ഏജൻസി ആ പൈസ എനിക്ക് തന്നു. പക്ഷേ ആരും അങ്ങനെ ഒന്നും ചെയ്യണതല്ല. പക്ഷെ അത് മാതാവിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു. എനിക്കൊരു നഷ്ടവുമില്ലാതെ എനിക്ക് പോകാനായിട്ട് എനിക്ക് വിസ വരികയും ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകാൻ എൻ്റെ സിസ്റ്റേഴ്സും സഹോദരന്മാരും എല്ലാവരും വന്നു. വണ്ടിയായിട്ട് വന്നിരിക്കുന്ന സമയത്താണ് എന്നെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് വീണ്ടും വിളിച്ചിട്ട് പറയണത്, നിങ്ങളുടെ പാസ്പോർട്ട് ക്ലിയറൻസ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ പാസ്പോർട്ടിൽ ECNR ഇല്ലാത്തത് കാരണം പാസ്പോർട്ട് ക്ലിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അതെന്നോട് പറഞ്ഞില്ലല്ലോ, ഞാനത് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഇന്ന് പോയിട്ട് കാര്യമില്ല, എമിഗ്രേഷനിൽ എന്തായാലും നിങ്ങളെ കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാനിവരോട് എല്ലാവരോടും അങ്ങനെ പറഞ്ഞില്ല, എല്ലാവരും ടെൻഷനാവുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഉടമ്പടിയിലാണ്, മാതാവ് എന്നെ കയറ്റി വിട്ടോളും എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പോയി അവിടെ എമിഗ്രേഷനിലെത്തി. എൻ്റെ ലഗേജൊക്കെ കയറ്റി വിട്ടു. എമിഗ്രേഷനിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, പാസ്പോർട്ട് ക്ലിയറൻസ് നടത്തിയിട്ടില്ല, അപ്പോൾ ഇന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശ് രൂപം എടുത്ത് എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവർ എന്നെ വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയി എന്നെ അവിടെ ഇരുത്തി. എന്നിട്ട് ചോദിച്ചു, എന്താണ് പാസ്പോർട്ട് ക്ലിയറൻസ് നടത്താതെ പോകുന്നത്? അതുകൊണ്ടാണ് ഇനി കയറി പോകാൻ എന്തായാലും പറ്റില്ല, ഇനിയിപ്പോൾ നിങ്ങൾ തിരിച്ചു പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അത് നടത്തിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കയറ്റി വിടണം. എനിക്ക് അവിടെ ആ സമയത്തൊരു ഇൻ്റർവ്യൂ പിറ്റേ ദിവസം, അത് നേരത്തെ പറഞ്ഞിരുന്നതാണ്, പക്ഷേ അത് പിറ്റേ ദിവസം അതിന് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. ഈ വിസ വരാത്ത കാരണം ഞാൻ നീട്ടി വെച്ചിരിക്കുകയായിരുന്നു. എനിക്കതിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ഇവരോട് അത് പറഞ്ഞെങ്കിലും അവർ കൂട്ടാക്കിയില്ല. ഞാനെല്ലാം തകർന്ന മട്ടിൽ ഞാൻ ആ കസേര ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ എഴുന്നേറ്റില്ല. ഞാൻ അവിടെ തന്നെ എല്ലാം തകർന്ന മട്ടിൽ ഞാൻ അവിടെ ഇരുന്നു, മാതാവിനെ മുറുക്കെ പിടിച്ചുകൊണ്ട്. അപ്പോൾ ഒരു സാറ് വേറൊരു റൂമിൽ നിന്നും ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പഴയ എമിറേറ്റ്സ് ഐ ഡി നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ മെമ്മറി ഫുള്ള് പോയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഒരു ഓർമ്മയില്ല, എന്താ പറയണ്ടേന്നും അറിയില്ല, ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അതൊരു ചെറിയ ഒരു പേഴ്സിലായിരുന്നു, അതെൻ്റെ ലഗേജിൻ്റെ കൂടെ കയറ്റി വിട്ടു, അത് ലഗേജിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞു ആ ബാഗ്. പിന്നെ ആ സമയത്താണ് എൻ്റെ മൈൻഡിലേക്ക് ഒരു ചിന്ത പെട്ടെന്ന് തന്നെ വന്നു. ആരോ ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി, നിൻ്റെ കയ്യിലിരിക്കുന്ന ബാഗിലേക്ക് നീ ഒന്ന് കൈയിട്ട് നോക്ക് എന്ന് ഇങ്ങനെ പറയുന്ന പോലെ തോന്നി. ഞാൻ എൻ്റെ കയ്യിലിരുന്ന ബാഗിലിട്ട് കള്ളിയിലേക്ക് കൈയിട്ട് നോക്കിയപ്പോൾ നേരെ എൻ്റെ കയ്യിലേക്ക് വന്നതായ എമിറേറ്റ്സ് ഐ ഡി ആയിരുന്നു. അത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ഇനി നിങ്ങൾക്ക് കയറി പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് സമാധാനം, മാതാവ് അവിടെയും എന്നെ രക്ഷിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഈ വന്ന സാറ് തന്നെ അപ്പുറത്ത് വന്നിട്ട്, ഞാൻ അത്രയും ടെൻഷനിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ആ സാർ എന്നോട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച്, മക്കളൊക്കെ എന്താണ് ചെയ്യണത്, അപ്പോൾ ഞാൻ പറഞ്ഞു ദുബായിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് എൻ്റെ ടെൻഷനെല്ലാം മാറ്റി, ഇനി ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് വിട്ടത്. അതൊക്കെ മാതാവിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. അടുത്തത് എൻ്റെ ഈ ഇളയ മകൾ, ഇവളും ദുബായിലാണ്.
ഇവൾക്ക് കൊടുക്കാം. അവൾ പറയും, അവളുടെ സാക്ഷ്യം അവൾ പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മരിയ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 9 ഞാനൊരു BSc നേഴ്സാണ്. 2024 ഞാൻ പാസ് ഔട്ട് ആയത്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ എൻ്റെയും ആഗ്രഹമായിരുന്നു UK അല്ലെങ്കിൽ കാനഡ എവിടേക്കെങ്കിലും പോകണമെന്ന്. അങ്ങനെ ഞാൻ OET പഠിച്ചു. അങ്ങനെ OET പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കത്രയും എളുപ്പമുണ്ടായില്ല, നല്ല ബുദ്ധിമുട്ടായിരുന്നു OET. അപ്പം ഞാൻ അങ്ങനെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് OET, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, നീ ഒന്ന് കൃപാസനത്തിൽ പോ, അവിടെ പോയിട്ട് ഒരു ഉടമ്പടി എടുക്ക്, അപ്പോൾ മാതാവെല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇത് പറഞ്ഞപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല. അതെന്തിനാണ് എടുക്കണേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാനങ്ങ് വിട്ടു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഞാനങ്ങനെ വിചാരിച്ചു, എന്നാൽ പിന്നെ എടുത്താലോ, ഒരു ഉടമ്പടി എടുത്താലോ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നിടത്ത് തന്നെ ഇങ്ങോട്ട് വന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവരാരും എടുത്തില്ല, ഞാൻ എടുത്തു ഉടമ്പടി. അങ്ങനെ ഉടമ്പടി എടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ ഉടമ്പടി കൊണ്ടുപോയി. അങ്ങനെ ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ ഈ UK ഹയറിങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് തന്നെ വീണ്ടും ഒരു കൺഫ്യൂഷനായി, ഇനിയിപ്പോൾ OET എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരിതായി. അങ്ങനെ ഞാൻ റാൻഡമായിട്ട് ജസ്റ്റ് ബൈബിളൊന്നും എടുത്ത് വായിച്ച് നോക്കിയപ്പോൾ അതിലെനിക്ക് മാതാവ് തന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ OET എഴുതണ്ട എന്നുള്ള രീതിക്കാണ് എനിക്ക് മെസ്സേജ് വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയാണ് തോന്നണേ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, എന്നാൽ പിന്നെ നീ ദുബായിക്ക് നോക്ക്, DH എഴുതാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ദുബായ് എൻ്റെ ലിസ്റ്റിൽ, എനിക്ക് അങ്ങനെ ചിന്തയേ ഉണ്ടായില്ല ദുബായിക്ക് പോകണമെന്ന്. അങ്ങനെ അപ്പോൾ ഞാൻ 2024 പാസ് ഔട്ട് ആയത്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഫ്രഷേഴ്സിന് എടുക്കുമെന്നുള്ളൊരു ഡൗട്ട് വന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഫ്രഷേഴ്സിന് എടുക്കും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ എന്നാലും ഒരു പേടിയാണ്, വിത്തൗട്ട് എക്സ്പീരിയൻസിൽ വേറൊരു കൺട്രിയിൽ പോയി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് വേണം. അപ്പോൾ അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായില്ല. അപ്പം മമ്മി പറഞ്ഞു, അതെന്തിനാ പേടിക്കണേ, മാതാവില്ലേ കൂടെ, നീ ഉടമ്പടി എടുത്തിട്ടില്ലേ, അപ്പോൾ മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ OET ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ DH ഞാൻ പഠിച്ചു. എക്സാം എനിക്ക് കുറച്ച് ടഫായിരുന്നു, പക്ഷേ മാതാവിൻ്റെ കരുണയാൽ എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ നടന്നു. ഡാറ്റ ഫ്ലോ എവറിത്തിങ് എല്ലാം നന്നായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഒരുപാട് പേര് നെഗറ്റീവ് പറയാനുണ്ടായിരുന്നു, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായില്ല. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് എന്തിനാ പോണേ, വെറുതെ പോയി തിരിച്ചു വരേണ്ട വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉള്ളിൽ നല്ല വിഷമമുണ്ടായിട്ടും അമ്മ മാതാവ് ഉണ്ടല്ലോ കൂടെ എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാനങ്ങ് പോയി. ഒരു ജാനുവരി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് 2ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് പോയത്. എത്തിക്കഴിഞ്ഞിട്ടും ഞാൻ നല്ല രീതിക്ക് കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു 1.5 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. ഒരുപാട് ഇൻ്റർവ്യൂസ് വന്നു, അതിനൊന്നും ഞാൻ സെലക്ട് ആവുന്നുണ്ടായില്ല. എല്ലാ ഇൻ്റർവ്യൂസിനും ഞാൻ കാശുരൂപം കൊണ്ടുപോകുമായിരുന്നു. മാതാവിൻ്റെ തൈലം തേച്ചിട്ടാണ് പോവാറ്. ഒരു 9 ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ 9ാമത്തേലാണ് എനിക്കൊരു ജോലി കിട്ടിയത്. അതുവരെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി, പക്ഷെ നല്ല രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വിതിൻ 1.5 മന്തിൽ എനിക്കൊരു നല്ലൊരു ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഒരു ജോലി എന്നതിലുപരി എനിക്ക് ഉടമ്പടി എടുത്തതിൽ മാതാവിനോട് കുറച്ചും കൂടി അടുക്കാൻ എനിക്ക് സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് രോഗികളെ കണ്ടു. പിന്നെ പാവങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടൊക്കെ ഞാൻ മുടങ്ങാണ്ട് പ്രാർത്ഥനയൊക്കെ ചെല്ലുമായിരുന്നു. മാതാവിനെ ഒരുപാട് നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാൻ ദുബായിലായിരിക്കുമ്പോഴും ഇവിടുന്ന് പത്രം, ഇവിടുന്ന് ഞാൻ അറിയണ ആര് വന്നാലും അവരുടെ കയ്യിൽ ഞാൻ പറഞ്ഞു വിട്ട് പത്രം കൊണ്ടിരിക്കും. ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും കൊണ്ടിരിക്കും. അവിടെ ഫിലിപ്പീനുകളും ഒക്കെ പള്ളിയിൽ വരുമ്പം അവർക്കൊക്കെ ഞാൻ അമ്മ മാതാവ് ഇവിടെ ആലപ്പുഴയിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പത്രം അവർക്ക് കൊടുക്കുമായിരുന്നു. ആ പത്രം വായിച്ചാൽ തന്നെ ഒരു അനുഗ്രഹം കിട്ടും എന്ന് ഞാൻ അവർക്ക് പറഞ്ഞ് കൊടുക്കുമായിരുന്നു. അതുപോലെ എൻ്റെ അടുത്തൊരാൾ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വാതോരാതെ മാതാവിനെക്കുറിച്ച് ഞാൻ അവരോട് എനിക്ക് കിട്ടിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ അവരോട് പറയുമായിരുന്നു. അതുകൂടാതെ കാരുണ്യപ്രവൃത്തിയായി ഞാൻ എന്ത് വിശേഷ ദിവസങ്ങൾ വന്നാലും ഞാൻ ഫേസ്ബുക്കിൽ നിന്നോ ഇതിൽ നിന്നെങ്ങാനും ഈ രോഗികളായിട്ടുള്ളവരുടെ അക്കൗണ്ട് നമ്പറുകൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് ഞാൻ സഹായങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 4 ഓണം തിരുവോണം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇത് നോക്കാത്ത കാരണം എനിക്ക് ആരും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ സ്റ്റാറ്റസിൽ ഞങ്ങളുടെ സമീപത്ത് തന്നെയുള്ള ഒരു സഹോദരൻ 23 വർഷമായിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു സഹോദരനാണ്. ആ സഹോദരൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാണ് വേറെ ആൾക്കാരെയൊക്കെ തരയുന്നത്, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ സഹോദരന് സഹായം ചെയ്തു. അപ്പോൾ ആ സമയത്ത് സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മദിനമായിരുന്നു.
അപ്പോൾ ഞങ്ങളുടെ അവിടെ ജബലലി പള്ളിയിൽ 1,00,000 ജപമാല എല്ലാവരും യൂണിറ്റിലുള്ള എല്ലാവരും ചെല്ലാം എന്നുള്ളൊരു ഇത് ഞാൻ മാതാവിനോട് നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു. മാതാവേ, സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മദിനമാണ്. എനിക്ക് സമയമുള്ള സമയത്തോളം ഞാൻ മാതാവിന് ജപമാല ചെല്ലാം. മാതാവ് അന്നേ ദിവസം എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. കറക്റ്റ് സെപ്റ്റംബർ 8 ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വന്ന് ഒരു ജപമാല ചെല്ലാം എന്ന് വിചാരിച്ച് ഞാൻ മുട്ടുകുത്തി ജപമാല ചൊല്ലി എഴുന്നേറ്റ് അപ്പോൾ തന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് എനിക്കൊരു പാർട്ട് ടൈം ഡ്യൂട്ടിയുടേതായിരുന്നു. ഞാൻ ഒരു സഹോദരന് 5,000 രൂപ സഹായം ചെയ്തപ്പോൾ 20,000 രൂപ എക്സ്ട്രാ എനിക്ക് കിട്ടത്തക്ക രീതിയിൽ വെറും ഒരു 1.5 hours ഡ്യൂട്ടി മാത്രമുള്ള ഒരു പാർട്ട് ടൈം ഡ്യൂട്ടി എനിക്ക് കിട്ടി. അത് മാതാവ് എനിക്ക് ഗിഫ്റ്റായിട്ട് കറക്റ്റ് ആ ഡേറ്റിൽ തന്നെ മാതാവ് എനിക്ക് തന്നു. മാതാവിന് 1000 നന്ദി. അതുപോലെ ഞാൻ കൃപാസന പത്രം ഇവിടെ വന്നിട്ട് പോകുമ്പോൾ തന്നെ ഞാൻ പോണ വഴിയിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ വൈറ്റില, ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് വന്നത്. ഞങ്ങൾ വൈറ്റില ഹബ്ബിലെത്തിയപ്പോൾ തന്നെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഈ കൃപാസന പത്രം പുറത്തെടുത്ത് അതിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് അർഹതയുള്ളവരുടെ കയ്യിൽ കിട്ടണേ എന്ന് അവിടെ ഇരുന്ന് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അത് ഇങ്ങനെ തരംതിരിച്ച് വെച്ചു കൊടുക്കാൻ എളുപ്പത്തിന്. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ അത് കൊടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. ഞങ്ങൾ കൊണ്ടുപോയ 3 കെട്ട് പത്രവും അപ്പോൾ തന്നെ ഞങ്ങൾ കൊടുത്ത് തീർത്തു. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ എനിക്കുണ്ടായ ദൈവാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയും കൂടി ടൗണിലേക്ക് പോവുകയായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ എനിക്ക് പ്രാർത്ഥന വളരെ കുറവായിരുന്നു, ജപമാല ചെല്ലലൊക്കെ വളരെ കുറവായിരുന്നു. ആ ടൈമിൽ ടൗണിൽ എത്തുന്നതിന് ലാസ്റ്റ് 3 സ്റ്റോപ്പ് മുൻപ് ഒരു സിസ്റ്റർ വണ്ടിയിലേക്ക് ബസ്സിൽ കയറിയിട്ട് അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയും ഇരിക്കുകയായിരുന്നു. ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ അനിയത്തി എഴുന്നേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും സിസ്റ്റർ പറഞ്ഞു വേണ്ടായിരുന്നോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇറങ്ങും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു വലിയ പൊതി ഉണ്ടായിരുന്നു. ഈ പൊതി സിസ്റ്റർ എൻ്റെ കയ്യിലേക്കാണ് തന്നത്. ഇതൊന്ന് പിടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നത്തെ സ്റ്റോപ്പിൽ എത്തി. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങാൻ നോക്കിയപ്പോൾ ഈ സിസ്റ്റർ കയറി കഴിഞ്ഞ് പിന്നത്തെ സ്റ്റോപ്പിൽ ഈ സിസ്റ്റർ ഇറങ്ങിപ്പോയി. ഈ പൊതി മേടിക്കാതെ ഇറങ്ങിപ്പോയി. ഞങ്ങൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി ബാക്കിലേക്ക് നടന്ന് വന്ന് നോക്കിയപ്പോൾ ഈ സിസ്റ്ററെ അവിടെ കണ്ടില്ല. പിന്നെ എവിടെ കൊടുക്കുമെന്നറിയാണ്ട് ഞാനത് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇത് തുറന്നു നോക്കിയപ്പോൾ വലിയൊരു നിത്യസഹായ മാതാവിൻ്റെ ഒരു രൂപമായിരുന്നു, കടലാസിൽ പൊതിഞ്ഞൊരു രൂപമായിരുന്നു. അത് പരിശുദ്ധ അമ്മ തന്നെ എനിക്ക് തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി ആ രൂപം എൻ്റെ കയ്യിൽ തന്ന് അടുത്ത സ്റ്റോപ്പിൽ ആ സിസ്റ്റർ ഇറങ്ങി പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അത് പരിശുദ്ധ അമ്മ തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു ദൈവാനുഭവം എനിക്ക് ഉണ്ടായി. അതുപോലെ ഞങ്ങളവിടെ എല്ലാ ഫ്രൈഡേസിലും ദുബായിൽ ഒരു മരുഭൂമിയിൽ ഒരു വെള്ളിയാഴ്ച പ്രയറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും അവിടെ വചനപ്രഘോഷണം, ജപമാല, ആരാധന ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ച ഏത് ചൂടിലും തണുപ്പിലും ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ ഞാൻ പോകുമായിരുന്നു. അവിടെ ഒരു ദിവസം ഞാൻ പോയപ്പോൾ തുറസായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ അടയാളങ്ങളൊന്നും അങ്ങനെ ചോദിക്കാറില്ല. മാതാവിനോട് അന്ന് ഞാൻ ജപമാല ചൊല്ലി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് വചനം പറയാൻ വരുന്ന ആൾ ഗ്രേ കളർ ഷർട്ടിട്ട് വരണം എന്ന് ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ജപമാല കഴിഞ്ഞപ്പോഴത്തേക്കും വചനം പറയാനുള്ള ആൾ മുന്നോട്ട് കയറി വന്നു. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഗ്രേ കളർ ഷർട്ടിട്ടായിരുന്നു ആ ബ്രദർ വന്നിരുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. മാതാവിൻ്റെ നല്ല സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് മാതാവ് അവിടെ വെച്ച് എനിക്ക് തെളിയിച്ചു തന്നു. അതുപോലെ കഴിഞ്ഞ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ എനിക്ക് മാതാവിനെ വാഗ്ദാന പേടകത്തിലേക്ക് വഹിക്കാനുള്ള ഒരു വലിയ ഭാഗ്യവും എനിക്കുണ്ടായി. ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, മാതാവേ, എനിക്ക് സുഗന്ധമൊന്നും കിട്ടുന്നില്ല. എല്ലാവരും സാക്ഷ്യത്തിൽ ഇങ്ങനെ പറയും സുഗന്ധം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉടമ്പടി അവിടെ മാതാവിനെ വഹിക്കുന്ന അവിടെ നിന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് കൃത്യം മാതാവിനെ തന്നെയാണ് കിട്ടിയത്. വാഗ്ദാന പേടകത്തിലേക്ക് മാതാവിനെ കൊണ്ടുപോകാനുള്ള വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായി. എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. 139 സങ്കീർത്തനം 5 തിരുവചനം. മുൻപിലും പിൻപിലും അവിടുന്ന് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാമിതം അത് ഉന്നതമാണ്.
റാണി റോബി എന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവർ നമ്മോട് ഏറ്റുപറഞ്ഞത്. ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വിശേഷത എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് വളരെയധികം ആസ്തി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, നിനക്ക് നിൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള നിൻ്റെ ആസ്തി എന്താണെന്ന്. നിൻ്റെ ആധ്യാത്മിക ആസ്തി അനുസരിച്ചാണ് ഈശോയ്ക്ക് വീണ്ടും വീണ്ടും തരാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കണമെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ആസ്തിയെക്കുറിച്ച് എപ്പോഴും ഈശോ നോക്കുന്ന ഒരു തലം ഈ ഉടമ്പടി ജീവിതത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റാണി ഇവിടെ ഏറ്റുപറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഈ ഉടമ്പടിയിലുടനീളം നമുക്ക് മനസ്സിലാകുന്നത് ഈ ഉടമ്പടി കണ്ടൻറ്റുകളെല്ലാം തന്നെ വിളങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന എല്ലാ തലങ്ങളും അവർക്ക് ലഭിച്ചു. മക്കളുടെ ആ 0 പോയിൻറ്റിലുള്ള ഒരു ജീവിതാവസ്ഥ അവർക്ക് ജോലി കിട്ടാതിരുന്നപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച നിമിഷം തന്നെ മൂത്ത മകൾക്ക് ജോലി കിട്ടുന്നു. അതുപോലെ തന്നെ അവരുടെ പരിശുദ്ധ അമ്മ അവർക്ക് എപ്പോഴും ഇമിഗ്രേഷൻ ഇല്ലാതായിരുന്ന പഴയ ഇമിഗ്രേഷൻ കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്രചോദനം പരിശുദ്ധ അമ്മയുടെ കമ്മ്യൂണിക്കേഷൻ. നീ ബാഗ് തുറന്ന് നോക്ക്, അതിലുണ്ട്. ഒരുപാട് സാക്ഷ്യങ്ങളാണ്. നമ്മുടെ ഡോക്യുമെൻറ്റുകൾ നഷ്ടപ്പെട്ട് നമ്മുടെ കൈവിരൽ തുമ്പിൽ ഡോക്യുമെൻറ്റുകൾ നമുക്ക് ലഭിക്കുന്നതായി ഇവിടെ സാക്ഷ്യങ്ങൾ ഏറ്റുപറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും പരിശുദ്ധ അമ്മ നൽകുന്ന കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അമ്മയുടെ എല്ലാ പ്രചോദനങ്ങളും ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി ജീവിതത്തിലുടനീളം ഇവർക്ക് കാണാനായിട്ട് സാധിച്ചു. അമ്മയുടെ റാണിയുടെ ഒരു വലിയ നിയോഗമായിരുന്നു ഹസ്ബൻഡിൻ്റെ വളരെ വർഷങ്ങളായിട്ടുള്ള മദ്യപാനം എടുത്തു മാറ്റണമേ എന്നുള്ളത്. ഈ സഹോദരൻ സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു, ഞാൻ തീരുമാനിച്ചതാണ്. അത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയുടെ ഒരു വലിയ ഉറപ്പാണ് അദ്ദേഹം ഏറ്റുപറയുന്നത്. ആരൊക്കെയാണോ എൽത്താരയിൽ നിന്ന് അവർ ശക്തമായി ഏറ്റുപറയുന്നത്, ഈശോയെ ഏറ്റുപറയുന്ന എല്ലാവരും തന്നെ പിതാവിൻ്റെ മുമ്പിൽ ഈശോ നമ്മെ ഏറ്റുപറയും. ഇവർക്ക് ഏറ്റുപറയാൻ ലഭിച്ച ഒരു വലിയ കുടുംബത്തോടൊപ്പം ഇവരെല്ലാവരും ഉടമ്പടിയിലായിരിക്കും അവർക്ക് കുടുംബത്തോടൊപ്പം വന്നാൽ താരയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിൽക്കാൻ ലഭിക്കുന്ന ഒരു മഹാഭാഗ്യത്തേക്കാൾ വലിയൊരു ഭാഗ്യം നമുക്കുണ്ടാകില്ല എന്ന് നമുക്ക് ഏറ്റുപറയാം, നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം വിവാഹാലോചനകൾ വരുമ്പോൾ മക്കളെക്കുറിച്ച് പറയാറുണ്ട്, അവൻ വല്ലപ്പോഴും ക്രിസ്തുമസിനും ഈസ്റ്ററിനും പെരുന്നാളിനും മാത്രമേ അവൻ കഴിക്കുകയുള്ളൂ. അങ്ങനെ ക്രിസ്തുമസിനും ഈസ്റ്ററിനും പരിശുദ്ധമായി ആചരിക്കേണ്ട ദിവസങ്ങളിൽ കഴിക്കേണ്ട ഒരു വലിയ വിശുദ്ധ സാധനമല്ല ഈ മദ്യം എന്ന് ഈ മക്കളിവിടെ ഏറ്റുപറയുകയാണ്. അതിനി ഒരിക്കലും എൻ്റെ കുടുംബത്തിലേക്ക് വരികയില്ല എന്ന് സഹോദരൻ ഏറ്റുപറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷത്തോടെ ഈശോയ്ക്ക് നന്ദി പറയേണ്ട ഒരു വലിയ ദിനം കൂടിയാണിത്. ഈശോ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, നാം എപ്പോഴും ഉടമ്പടി നിബന്ധനകളിൽ 10 കൽപ്പനകൾ നാം പാലിക്കേണ്ടതാണ്. 10 കൽപ്പനകളിൽ നമുക്കുള്ള ഏറ്റവും വലിയ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഈ ഉടമ്പടിയിലൂടെ ഈശോ തന്നിരിക്കുന്ന ഒരു കൂട്ടിച്ചേർക്കലാണ് ലാസ്റ്റ് 2 പുതിയ നിയമത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ കൽപ്പനകൾ. നിന്നെ പോലെ ദൈവത്തെ ഏറ്റവും പ്രധാനമായി ആരാധിക്കുക, അതുപോലെ തന്നെ ദൈവത്തെയും അയൽവാസിയെയും നീ സ്നേഹിക്കുക എന്നുള്ളത്. സ്നേഹത്തിൻ്റെ കൽപ്പനയുടെ ആ ലംഘനമാണ് നമ്മൾ ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വലിയ പാപം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നാം ഈശോയെ കൂടുതൽ അനുഭവിക്കുക, സ്നേഹിക്കുക, ആഴത്തിലറിയുക, അതിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, ഇതെല്ലാം ഈ സാക്ഷ്യത്തിൽ ഇവർ നടത്തുകയുണ്ടായി. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോ നിറഞ്ഞു നിൽക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇവർക്ക് എപ്പോഴും ഇന്നുപോലെ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തകർന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും, ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളെയെല്ലാം, വിസ തടസ്സം നേരിടുന്നവരെയും, ജീവിത പ്രശ്നങ്ങളുള്ളവരെ, ഡൈവോഴ്സിൻ്റെ വക്കിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇവരുടെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു. ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ രണ്ടാമതും സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഈശോപ്പയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിജയമ്മ, ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. 2023 ജൂൺ 22 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എൻ്റെ ബ്രസ്റ്റിനൊരു ക്യാൻസർ സ്ഥിരീകരിച്ചു. ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് പോയി. അങ്ങനെ ഞാൻ ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ പത്രം കിട്ടിയത്. അന്ന്
ഞാൻ 2023 ജൂണിൽ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു വരികയായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. എനിക്കും എൻ്റെ ഭവനത്തിലും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അതെല്ലാം ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വലിയൊരു രോഗസൗഖ്യമാണ് വീണ്ടും അമ്മ എനിക്ക് തന്നത്. ഞാൻ 6 മാസം ചെക്കപ്പിന് പോവുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലത് ബ്രസ്റ്റിന് മാമോഗ്രാം ചെയ്ത് കൊണ്ടുചെല്ലാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്ത് കൊണ്ടുചെല്ലുമ്പോൾ മാമോഗ്രാമിൽ ഒരു സംശയമായ മുഴ കാണപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ പരിശോധിച്ചപ്പോൾ അത് കാണുന്നില്ല, മാമോഗ്രാമിൽ തെളിഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്കാണോ വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ബയോപ്സി ചെയ്യണം, പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം, അതിന് തക്കവണക്ക് എത്രയും പെട്ടെന്ന് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വിശദമായിട്ടെല്ലാം പറഞ്ഞു തന്നു. മാമോഗ്രാമിൽ ബേഡ്സ് 4 അതുകൊണ്ട് ബയോപ്സി ചെയ്തെങ്കിലേ പറ്റൂ, ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഒരു വിഷമവും വന്നില്ല. ഞാൻ അവിടെ ഇരുന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ഉടമ്പടിയില്ല, എനിക്ക് അമ്മ ഒന്നും വരുത്തത്തില്ല, ഞാൻ ധൈര്യത്തെ ഇരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഡോക്ടറെ കുഴപ്പം വല്ലതും ഉണ്ടോ? അന്നേരം പറഞ്ഞു മറ്റേ ഡോക്ടർ പറയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിഷമിച്ചില്ല. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന്, ഞാൻ ഒറ്റയ്ക്ക് വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഞാനും കൂടെ വരാം, വന്ന് ഡേറ്റ് ഇട്ടിട്ട് പോകാൻ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, ഡേറ്റ് ഇട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടേഴ്സും കൂടെ വന്നു, ഡേറ്റ് ഇട്ടു. അങ്ങനെ ഞാൻ പോയി. അങ്ങനെ ഡേറ്റ് ഇട്ടിട്ട് പോയി. ആ ഡേറ്റിന് വരാൻ പറഞ്ഞു. പോയി ഞാൻ അന്നേരം ഒന്നും എനിക്ക് വിഷമമില്ലായിരുന്നു. ബസ്സിൽ കയറി ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ജപമാല കാണാതെ അറിയത്തില്ല എങ്കിലും ഞാൻ ജപമാല വെച്ച് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു മുസ്ലിം സഹോദരിയുണ്ട്. ഞങ്ങൾ ഒരു സീറ്റേ ഇരിക്കുക. അപ്പം ഇരിക്കുമ്പോൾ അന്നേരം എൻ്റെ മനസ്സ് വിങ്ങി പൊട്ടി കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എങ്കിലും പുറമേ കരയുന്നില്ല, ഉള്ളുകൊണ്ട് കരയാൻ തുടങ്ങി. അമ്മേ എൻ്റെ 2ാമത്തെ ബ്രസ്റ്റും പോവാണോ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകി അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ആ ചേച്ചി ഞാൻ നോക്കുമ്പോൾ കാണാം എഴുന്നേറ്റ് അപ്പുറത്തെ സീറ്റേ പോയിരിക്കുന്നു, എൻ്റെ നേർക്കുള്ള സീറ്റേ പോയിരിക്കുന്നു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, 3 സീറ്റുള്ള ആളിരിക്കുന്ന സീറ്റയിൽ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ സ്റ്റോപ്പിൽ നിന്ന് തന്നെ വേറൊരാൾ കയറി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇരുന്നിട്ട് നേരെയല്ലിരിക്കുന്നത്, ചരിഞ്ഞിരുന്നിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കുന്നു. അപ്പം ഞാൻ വിചാരിക്കും ഇതെന്താ നോക്കുന്നതെന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ആ ആളിനെ നോക്കിയപ്പം ഒരു വല്ലാത്ത ചിരി എന്നെ ചിരിച്ചിട്ട് എനിക്ക് ആ ചിരി ഇന്നും ഓർക്കുമ്പോൾ ഭയമാണ്. ചിരിക്കുന്നു. ഞാൻ എന്നിട്ട് കണ്ണുനീര് ആ വിങ്ങൽ മാറിയിട്ട് ഞാൻ ചോദിച്ചു എന്താ എന്നെ നോക്കി ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം ആ ചേച്ചി ഈ പെന്തക്കോസ്ത് ചേച്ചിയായിരുന്നു. അപ്പോൾ എൻ്റെ നേരെ ഇരുന്നിട്ട് ചിരിച്ചിട്ട് ഞാൻ എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു എന്താ വിഷമം മുഖത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ്, ഇന്നതുപോലുള്ളതൊക്കെ ഒരു പേഷ്യൻ്റാണ്, വീണ്ടും ഒരു സംശയം ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പം എന്നെ തലോടാൻ തുടങ്ങി, എൻ്റെ കയ്യിൽ തടവാൻ തുടങ്ങിയിട്ട് എന്നോട് ചോദിച്ചു എന്തിനാ വിഷമിക്കുന്നേ, ജീവനോടെ ഉള്ളൊരു ദൈവം നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഉണ്ട്, കർത്താവ് വിശ്വസിക്കായെ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞാൽ ഉണ്ട്, ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ പോകുന്ന ഒരാളാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനാ വിഷമിക്കുന്നേ, പിന്നെ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല, കൈവിരിച്ച് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക, അതാണ് നമുക്ക് വേണ്ടുന്നത്, വിഷമിക്കരുത്. എന്നിട്ട് എന്നെ തലോടുക, എന്നെ തടവുക, എന്നെ താടിക്ക് പിടിക്കുക. എനിക്കറിയത്തില്ല പിന്നെ ഞാൻ അറിഞ്ഞത് കൃപാസനം മാതാവ് ഈശോപ്പയും കൂടെ വന്നതാണെന്ന് പിന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ എന്നെ ആശ്വസിപ്പിച്ച് എൻ്റെ പേരുമൊക്കെ ചോദിച്ചുകൊണ്ട് ഇറങ്ങി. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എൻ്റെ ഷേക്ക് ഹാൻഡും തന്നിറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വിങ്ങി പൊട്ടിയിരുന്ന ഞാൻ പിന്നെ കരഞ്ഞില്ല. പിന്നെ എനിക്ക് ധൈര്യം വന്നു. ഞാൻ അങ്ങനെ ഒറ്റയ്ക്കും തിരുവനന്തപുരത്തു നിന്ന് കരുനാഗപ്പള്ളി വന്നിറങ്ങി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഈ ഡോക്ടേഴ്സ് എന്നെ പറഞ്ഞതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ട്രീറ്റ്മെൻറ്റ് വേണമെന്നോ മറ്റൊന്നും പറഞ്ഞില്ല, ആരോടും ഒന്നും പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചോ പറഞ്ഞാൽ ഇനിയും ചെക്കപ്പിന് ചെല്ലണം, അത്രയും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ഒന്നും പറഞ്ഞില്ല. പറയാതെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിൽ കയറി മെഴുകുതിരി കത്തിക്കുന്നിടത്ത് ചെന്ന് മാതാവിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഉടമ്പടിയില്ല,
എനിക്കിനി ഒരു രോഗം വേണ്ട. ഞാൻ വർഷങ്ങളോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തും ആ ഒരു എനിക്ക് അതിൽ നിന്നും അമ്മ ഇനിയും രക്ഷിക്കണം. എനിക്കിനി അസുഖം വന്നിട്ട് എനിക്കിനിയും ചികിത്സിക്കണ്ട, എനിക്ക് അമ്മ അസുഖം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുപാട് പറഞ്ഞ് കാര്യം പറയുന്ന പോലെ അമ്മയെടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പിന്നെ എനിക്ക് വിഷമമില്ലായിരുന്നു. അങ്ങനെ ബയോപ്സി ദിവസം വന്നു, പോയി. ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് പോയി ബയോപ്സിക്ക് എടുത്തു. ഡോക്ടർ സ്കാൻ ചെയ്താണ്. മുഴ വലുതായിട്ട് പുറമേ കാണാനില്ല, സ്കാനിങ്ങിൽ വന്നതാണ്, അല്ല പുറമേ കാണാനില്ല. അങ്ങനെ ഡോക്ടേഴ്സ് ബയോപ്സിക്ക് എടുത്തു, അയച്ചു 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ കാശ് രൂപം കയ്യിലുണ്ട്, ഉപ്പ് ഞാൻ സ്കാനിങ് എടുക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ ഇട്ടായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ തൈലം തേച്ചിട്ടൊക്കെയാണ് ഞാൻ കയറിയത്. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തു, ബയോപ്സിക്ക് എടുത്തു. റിസൾട്ടിന് ഞങ്ങൾ പോയി റിസൾട്ട് കിട്ടിയപ്പോൾ അസുഖം ഇല്ല എന്നാണ് വന്നേക്കുന്നത്. അസുഖം ഒന്നുമില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. വീണ്ടും ഡോക്ടേഴ്സിന് സംശയം, വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നാണ് വീണ്ടും എഴുതിയേക്കുന്നത്. അങ്ങനെ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, റിപ്പീറ്റ് ഒന്നുകൂടെ ചെയ്യണമല്ലോ, ഇത് ബേഡ്സ് 4 ആണല്ലോ, അത് ഞങ്ങൾക്കിങ്ങനെ പറ്റത്തില്ല, ഞങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ബയോപ്സിക്ക് ഡേറ്റ് ഇട്ടു. ആ ഡേറ്റിന് വരാൻ പറഞ്ഞു. അങ്ങനെ കോശങ്ങൾ കുറച്ചുകൂടെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഡേറ്റ് ഇട്ടു പോന്നു. എനിക്ക് ധൈര്യമായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും പോന്നു. പിന്നെ ആ ഡേറ്റിന് വീണ്ടും ചെന്നപ്പം ബയോപ്സി എടുത്തു. അപ്പം വേറെ 2 ഡോക്ടർമാരും ബയോപ്സി എടുത്തു. അപ്പോൾ ആ ഡോക്ടേഴ്സ് സ്കാൻ ചെയ്തിട്ട് പറയുന്നു, മാമോഗ്രാമിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് പറയുന്നു, ഇതിനകത്തെ പൊസിഷനൊന്നും ഇതിനകത്തില്ലല്ലോ, ഈ പൊസിഷനൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ബയോപ്സി വീണ്ടും ചെയ്യുന്നത്, ഇത് ഒന്നുമില്ലല്ലോ കാണാൻ എന്നൊക്കെ ഡോക്ടേഴ്സ് തമ്മിൽ പറയുന്നു. അപ്പം ഒരു ഡോക്ടർ പറയുന്നു, എന്തായാലും എടുക്കാം, ഒരു ബ്രസ്റ്റ് പ്രശ്നമായതല്ലേ, അപ്പോൾ എന്തായാലും എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് എടുത്തയച്ചു. വീണ്ടും 10 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും റിസൾട്ട് വന്നത് നെഗറ്റീവ്. അവർക്ക് ഒന്നുകൂടെ ചെയ്യണം, 3ാമതും റിപ്പീറ്റ് ചെയ്യണം. അപ്പം അന്നാ വന്നേക്കുന്നത്. അപ്പം ഡോക്ടേഴ്സിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല എന്നുള്ളത്. അപ്പം എൻ്റെ അമ്മ മാതാവ് മാറ്റിയാന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായി. അപ്പം എനിക്ക് ഒന്നുകൂടെ ധൈര്യമായി. അങ്ങനെ പിന്നെ ഡോക്ടേഴ്സിനെ ആ റിസൾട്ട് വാങ്ങിച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു, ഇനിയും ചെയ്യണ്ട, ബയോപ്സി ഇനിയും ചെയ്യണ്ട, പക്ഷേ ഞങ്ങൾക്കൊരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരണം, ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം ചെക്കപ്പ് മാറ്റി, ഓരോ മാസം ചെക്കപ്പാക്കി, 2 മാസം സ്കാനിങ് ആക്കി, 6 മാസം മാമോഗ്രാം ആക്കി, അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പറയാം മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ അവിടെ നിന്നും തിരിച്ചു പോന്നു. ഇപ്പം ഓരോ മാസമാക്കി, ഓരോ മാസം ചെക്കപ്പ്, 6 മാസം മാമോഗ്രാം, 6 മാസം കഴിഞ്ഞ് ഇനി ചെക്കപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അമ്മയ്ക്ക് കസേര ഇരുന്നുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. ഞാൻ കരഞ്ഞു. അമ്മയ്ക്ക് നന്ദി പറഞ്ഞു വെച്ച് ഞാൻ കരഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തിനാ കരയണ്ട, അമ്മയ്ക്കൊന്നും ഇല്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് എൻ്റെ അമ്മയ്ക്ക് നന്ദി മുട്ടുകുത്തി, ആശുപത്രിയുടെ വെളിയിലോട്ടിറങ്ങി മുട്ടുകുത്തി അവിടെ നിന്നുകൊണ്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി നന്ദി പറഞ്ഞിട്ട് ഞാൻ തിരികെ പോന്നു. അങ്ങനെ ആ വലിയ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതിന് അമ്മയ്ക്ക് ഈശോയപ്പനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഈ ഇടത്തെ കയ്യിൽ പത്തിക്കൊരു മുഴയുണ്ടായിരുന്നു. ഞാൻ ജോസഫച്ചനെ വന്ന് കാണുമായിരുന്നു. ബയോപ്സി പോകുന്നതിന് മുമ്പെല്ലാം ജോസഫച്ചൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടായിരുന്നു പോയത്. അങ്ങനെയായിരുന്നു പോയത്. പിന്നെ ഇപ്പോൾ ഇടത് കൈയുടെ ഇവിടെ ഇങ്ങനെ ഒരു മുഴ പോലെ നേരത്തെ 6 മാസമായി, അത് നേരത്തെ വന്നപ്പോൾ ഞാൻ ഓങ്കോളജിയെ കാണിച്ച് ചെക്കപ്പിന് പോകുമ്പോൾ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഓർത്തോയെ കാണിക്കാൻ പറഞ്ഞു. ഓർത്തോയെ കാണിച്ചപ്പം ഓർത്തോ പറഞ്ഞു MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുത്തപ്പം പറഞ്ഞു പിന്നെ ഷോൾഡറിൻ്റെ മസിൽസിന് നീർക്കട്ട, അപ്പോൾ അതിൻ്റെ നീര് കൈപ്പത്തിയിലോട്ട് ഇറങ്ങിയതാണ്, അതുകൊണ്ട് കീഹോൾ സർജറി ചെയ്യാൻ വരണം അടുത്ത ആഴ്ചയിൽ എന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ട് പോന്നു, വരാമെന്ന് പറഞ്ഞിട്ട് പോന്നു. പക്ഷേ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇനി ഒരു സർജറിക്കും പോകത്തില്ല. എൻ്റെ ഒരു ബ്രസ്റ്റ് സർജറി കഴിഞ്ഞു, ഒരു നട്ടെല്ല് സർജറി കഴിഞ്ഞു, അത് നേരത്തെ 2019. എനിക്കങ്ങനെ ഒരുപാട് സർജറി കഴിഞ്ഞു.
ഇനി ഞാൻ ഒരു സർജറിക്കും പോകത്തില്ല, എൻ്റെ അമ്മ എന്നെ ചികിത്സിച്ചാൽ മതി, അമ്മയുടെ ഉടമ്പടിയും അമ്മയും ചികിത്സിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഇപ്പോൾ ആ മുഴ എൻ്റെ കയ്യിലില്ല, പറ്റി. ഞാൻ കീഹോൾ സർജറിക്കും പോയില്ല, ഒന്നും പോയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ മസിൽസിൻ്റെ നീർക്കെട്ട് മാറ്റി ആ മുഴ ഇല്ലാതാക്കി തരണമേ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ സിസ്റ്ററെ കാണിച്ചു, ആ മുഴ വലിയൊരു മുഴയായിരുന്നു, ഇപ്പോൾ അതില്ല. അങ്ങനെ ആ അനുഗ്രഹത്തിനും ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം പത്രം വാങ്ങിക്കൊണ്ടുപോകും. പോയി ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊടുക്കും, കരുനാഗപ്പള്ളി സ്റ്റാൻഡിൽ കൊടുക്കും, ബസ് സ്റ്റോപ്പിൽ കൊടുക്കും. പിന്നെ പത്രം തീർന്നു കഴിയുമ്പോൾ എനിക്ക് വിഷമമാണ്, പത്രം തീർന്നു പോയല്ലോ എന്ന്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വള്ളികുന്നം എൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ മാതാവിൻ്റെ ഒരു രൂപമുള്ള ഒരു പള്ളിയുടെ ഫ്രണ്ടിലൊരു രൂപമുണ്ട്. അവിടെ ഈ മെഴുകുതിരി കത്തിക്കുന്നിടത്ത് അവിടെ ഞാൻ നോക്കുമ്പോൾ 2 കെട്ട് പത്രം ഇരിക്കുന്നു. ഞാൻ ഓട്ടോ നിർത്തിയിട്ട് ആ പത്രം എടുത്തുകൊണ്ട് പോയി ഞാൻ പോകുന്നിടത്തെല്ലാം കൊടുത്ത് എല്ലാവരുടെയും പറയും, പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിങ്ങൾ പോകണം, കൃപാസനത്തിൽ പോകണം, എല്ലാത്തിനും ശാന്തി, എല്ലാത്തിനും അമ്മ പരിഹാരം ഉണ്ടാക്കി തരും. സഞ്ചാരി മാതാവ അങ്ങനെ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ ഈ ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോൾ ആ വിവരം എല്ലാവരുടെയും പറയും. പത്രം ഇല്ലെങ്കിൽ ഞാൻ ഒരു സീറ്റായി ബസ്സിലിരിക്കുവാണെങ്കിൽ ആ സീറ്റിൽ ഇരിക്കുന്നവരോടായിട്ട് ഞാൻ പരിചയപ്പെടും. എന്നിട്ട് അവരെ കൃപാസനത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അവർക്കും വിശ്വാസവും, അങ്ങനെ അവരും ദുഃഖത്തിൽപ്പെട്ടവരായിരിക്കും, അവരും പോകുമെന്ന് എന്നോട് പറയും. അങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, പ്രായമുള്ള അമ്മമാരെ, ആരുമില്ലാത്ത അമ്മമാരെ പാർപ്പിക്കുന്ന ഒരു വള്ളകുന്നത്തൊരു വൃദ്ധസ്ഥാനം, അവിടെ പോയി ഞങ്ങളാൽ കഴിയുന്ന, ഞങ്ങൾ 2-3 പേരുണ്ട് ഉടമ്പടി എടുത്ത്, ഞങ്ങളെല്ലാവരും കൂടെ പോയി ആ അമ്മമാരെ കാണും, അവർക്ക് വേണ്ടുന്ന എല്ലാം വാങ്ങിക്കൊടുക്കും. ഇനി അടുത്ത മാസം പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മാനേജരും ഈ 8 വർഷമായിട്ട് ഈ കൃപാസനത്തിലെ ഉടമ്പടിയിലാണ് അദ്ദേഹം. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ പിന്നെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ പാവപ്പെട്ട അമ്മമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെയും പൈസ കൊടുക്കും, പത്രം കൊടുക്കും, ഉടമ്പടി ഉപ്പ് കൊടുക്കും. അങ്ങനെ നേർച്ച വസ്തു എല്ലാം കൊണ്ടുവന്ന് കീമോ ചെയ്ത ആൾക്കാർക്കൊക്കെ കൊടുക്കും. ആത്മീയ ജീവിതത്തിൽ ഞാൻ ഉടമ്പടി എടുത്ത് ദൈവവിശ്വാസിയായിരുന്നു എങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് ഈശോപ്പയും അമ്മയുടെയും കൂടെ എനിക്ക് മാറാൻ വയ്യ. ഒരു നേരം പോലും എനിക്ക് ഉടമ്പടി തീർന്നു കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു വിചാരമാണ് എനിക്ക്. ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ മരണം വരെ എൻ്റെ അമ്മയുടെ ഈശോപ്പയുടെയും കൂടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഭവനത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, എൻ്റെ ഭവനത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും വന്ന് എന്നോട് പറയുക, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന്. ഞാൻ പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഈശോപ്പായും കൃപാസനും അമ്മയും കേൾക്കും. അങ്ങനെ ഞാൻ ഓരോരുത്തർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും, അതെല്ലാം അവർക്ക് സാധിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയും ഈശോപ്പായും ഞങ്ങൾക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ മക്കൾക്കും തന്നു, എല്ലാവർക്കും തരുന്നുണ്ട്. ഇതിനെല്ലാം ഈശോപ്പയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി, കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ജപമാല ചൊല്ലും, ബൈബിള് വായിക്കും, അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കേൾക്കും. അച്ഛൻ്റെ ധ്യാനങ്ങൾ കേട്ടാൽ എനിക്ക് മതി വരത്തില്ല, തീർന്നു കഴിയുമ്പോൾ അടുത്ത് എടുക്കും. ഞങ്ങളുടെ വീട്ടിൽ വഴക്കാ. എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി കേൾക്കുമ്പോൾ പറയുന്നത് നിർത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അവർക്ക് എല്ലാം അങ്ങോട്ട് വിശ്വാസത്തിൽ വരാൻ അങ്ങോട്ട് ആയില്ല. പക്ഷേ ഞാൻ പറയും, നമ്മുടെ വീടിൻ്റെ നാഥ യേശുനാഥനും നാഥൻ യേശുനാഥനും നാഥ കൃപാസനും അമ്മയുമാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. വിശ്വാസമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ ഭയങ്കര മടി. അങ്ങനെയാണ് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും തന്നതിന് ഈശോപ്പയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എന്നും എക്കാലവും അമ്മയുടെ കൂടെ ജീവിക്കാൻ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്ന് ആരിൽ നിന്നും അമ്മ ഈശോപ്പായി ഞങ്ങളെ ഇട്ടിട്ട് പോകല്ലേ എന്ന് ഞാൻ എന്നും എപ്പോഴും പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വചനമാണ്. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഈശോയുടെ ചോദ്യം നമ്മുടെ പ്രശ്നത്തിൻ്റെ വലിപ്പത്തിലല്ല,
നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. എല്ലാം എന്നത് ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. വിശ്വാസം നമ്മിൽ ദൈവശക്തിക്ക് പ്രവർത്തിക്കാൻ ഒരു വലിയ വാതിൽ തുറന്നു കൊടുക്കുന്നു. പരിശുദ്ധ അമ്മയെ നമ്മളോട് ഇത് തന്നെയാണ് പറയുന്നത്. ഉടമ്പടി നമ്മെ ക്ഷണിക്കുന്നതും ഇതിന് തന്നെയാണ്. അസാധ്യമാണെന്ന് തോന്നുന്നിടത്ത് വിശ്വസിക്കാനാണ് ഉടമ്പടി നമ്മെ നയിക്കുന്നത്. രോഗങ്ങൾ, പരിമിതികൾ, മാനുഷ്യപരമായി അസാധ്യമെന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്കും ദൈവത്തിൽ ശരണപ്പെട്ട് വിശ്വസിക്കാനാണ് ഈശോ അമ്മയും നമ്മെ വിളിക്കുന്നത്. കർത്താവിന് കഴിയുമോ എന്ന് നമുക്ക് പലപ്പോഴും ചോദിക്കും. നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവുകൾ മൂലമാകാം. കൃപാസനത്തിൽ വരുന്ന ഓരോ സാക്ഷ്യങ്ങളും മാനസാന്തരങ്ങളും ജീവിതാനുഭവങ്ങളും എല്ലാം വിശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷിയാകാൻ നമുക്കും പ്രാർത്ഥിക്കാം. വിജയമ്മ എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയതും അതുതന്നെയാണ്. വിശ്വാസത്തിൻ്റെ വഴികളിലൂടെയുള്ള ഉടമ്പടി ജീവിതം. ഉടമ്പടിക്ക് മുമ്പ് ഈ മകള് ഒരു സിയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഈ മകളുടെ ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് സ്കാൻ ചെയ്തപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു അത് വീണ്ടും CA ആണെന്നുള്ളത്. പക്ഷേ ഉടമ്പടി വന്നതിന് ശേഷം ഈ മകൾക്ക് ഒരു ഭയമില്ല, വിശ്വാസം കൂടി. പിന്നെ വിശ്വാസത്തിലുള്ള ഒരു ആത്മീയ ജീവിതമാണ് ഈ മകൾ നയിച്ചിരുന്നത്. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴാണ് റിപ്പോർട്ട് വന്നത്. പിന്നീട് ഇവർ ബയോപ്സിക്ക് അയച്ചു. ആദ്യത്തെ റിപ്പോർട്ടിൽ വീണ്ടും വേരിയേഷൻ കണ്ടു. ഡോക്ടേഴ്സിന് സംശയമായി. രണ്ടാമത് വീണ്ടും ബയോപ്സി ചെയ്യാനായിട്ട് പറഞ്ഞു. വീണ്ടും ബയോപ്സി ചെയ്തു. അവിടെയും ഒന്നും കണ്ടില്ല. എങ്കിലും ഡോക്ടേഴ്സിന് വീണ്ടും സംശയമായി. മൂന്നാമത് വീണ്ടും പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന്. ഈ മകൾ ആ ദിവസങ്ങളിലെല്ലാം ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നടന്ന ഒരു മകളായിരുന്നു. അതിനുശേഷം മൂന്നാമത് പ്രാവശ്യം ചെയ്തപ്പോഴും മുഴയില്ല എന്ന് ഡോക്ടേഴ്സിന് മനസ്സിലായി. പിന്നീട് ഒരു വെള്ള പേപ്പറിൽ എഴുതി മേടിച്ചു. ഇതാണ് പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്നാണ് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ ഈശോയും അമ്മയുമാണ് സൗഖ്യദായകൻ. ഈശോയാണ് നമ്മുടെ സൗഖ്യദായകൻ. ഈശോയോടാണ് അമ്മ നമ്മുടെ ഓരോ കാര്യങ്ങളും ചെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ മകൾക്ക് ഒരു നല്ലൊരു രോഗസൗഖ്യം കിട്ടിയത്. അതുപോലെ തന്നെയാണ് കയ്യിലുണ്ടായിരുന്ന ഒരു മുഴ. അത് മൊബൈലിൽ കാണിച്ചപ്പോൾ ഞാൻ കണ്ടു, അത് വലിയൊരു മുഴയായിരുന്നു. വീണ്ടും കീഹോൾ സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു. അതായത് ആ രോഗത്തിന് ഷോൾഡർ മസിലിൻ്റെ ഒരു നീർക്കെട്ടാണ് കയ്യിൽ വന്നത്. അത് കീഹോൾ സർജറിയിലൂടെ മാറ്റുവാൻ പറ്റുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉടമ്പടിക്ക് മുമ്പ് ഈ മകൾ പല സർജറികളിലും പോയിരുന്നു. അതുകൊണ്ട് ഈ മകൾക്ക് വീണ്ടും ഒരു സർജറിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. തന്നെയുമല്ല ഉടമ്പടിയിലായിരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ഇനിയൊരു സർജറിക്കും പേടിക്കേണ്ട, അമ്മ എൻ്റെ കൂടെയുണ്ട്, അമ്മയുടെ ചികിത്സ മാത്രം മതി എന്നുള്ള വിശ്വാസത്തോടെ ഈ മകൾ വീണ്ടും പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണ് ആ മുഴ അപ്രത്യക്ഷമായത്. അതും പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് നൽകിയ രോഗസൗഖ്യമാണ്. അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് നമ്മൾ ഉടമ്പടി ജീവിതം നയിക്കുന്നത്. ഈശോയുണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ സൗഖ്യദായകൻ, നമ്മുടെ രോഗങ്ങളെല്ലാം ഏറ്റെടുക്കുന്നവൻ. അമ്മയുണ്ട് നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്നവന്. പിന്നെ അതിൻ്റെ കൂടെയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ട ജോസഫ് അച്ഛനാണ് നമ്മുടെ കൂടെയുള്ളത്. ആ അച്ഛനെ അനുഗ്രഹം വാങ്ങിയാണ് ഈ മകൾ ഓരോ പ്രാവശ്യവും പർട്ടിക്കുലർ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റായ ബയോപ്സിക്ക് പോയത്. 3 പ്രാവശ്യം പോയപ്പോഴും അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജോസഫ് അച്ഛൻ ചെയ്യുന്ന ഓരോ ത്യാഗത്തിൻ്റെയും പ്രാർത്ഥന പൂർണ്ണമായ ജീവിതം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്നാണ് അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്, ഈശോ നമ്മുടെ കൂടെയുണ്ട്. കർത്താവിന് ഇത് കഴിയുമോ, ഇത് എനിക്ക് മാറ്റുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ നമുക്ക് കൂടുതലും ഈശോയും അമ്മയെ ശരണപ്പെടാം. പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് നമ്മളെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അസാധ്യ കാര്യങ്ങൾ സാധ്യമായി തീരുന്നത്.
വിജയമ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച്. പേര് ബോണിയ ശ്രീയക്. ഞാൻ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പുന്നവേലി ഇടവകാംഗമാണ്. എനിക്ക് ഈശോവരി മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 സെപ്റ്റംബർ 12 ഞാനൊരു CA ഇൻ്റർ വിദ്യാർത്ഥിനിയായിരുന്ന സമയത്താണ് ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് പരീക്ഷാ ദിവസങ്ങളിൽ വരുന്ന ഭയങ്കരമായ ഭയമായിരുന്നു. എക്സാമിൻ്റെ രാവിലെ എനിക്ക് വോമിറ്റിങ്ങും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ എക്സാമിന് വീട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടാണ് എക്സാം എഴുതിച്ചുകൊണ്ടിരുന്നത്. അത് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എനിക്കൊരു അസ്വസ്ഥതയായിരുന്നു. അത് മാറാൻ വളരെയേറെ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും എനിക്കത് സാധിച്ചില്ല. പക്ഷെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത ആ ദിവസം ഒരു സ്വിച്ച് ഇട്ട പോലെ എൻ്റെ ആ ഭയം മാറി. എനിക്ക് പരീക്ഷാ ഭയം പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല. പല പരീക്ഷകൾ പിന്നീട് എഴുതിയിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ ഞാനൊരു ഭയങ്കര സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു ഭയവും കൂടാണ്ടാണ് ഞാൻ എക്സാമിന് പോകുന്നതും പ്രിപ്പയർ ചെയ്ത് എഴുതുന്നതും. അങ്ങനെ ഞാൻ CA ഇൻ്റർ എക്സാം എഴുതി ആ അറ്റംപ്റ്റിൽ മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് 2 ഗ്രൂപ്പും നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ സാധിച്ചു. പിന്നീട് എൻ്റെ CA ഫൈനലിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് എനിക്ക് ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. എനിക്ക് അത് എൻ്റെ മനസ്സിൽ നിൽക്കുകയോ എനിക്കത് പഠിച്ചെടുക്കാനോ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ കൂടെ ഇരുന്ന് എന്നെ പഠിപ്പിക്കുകയും എൻ്റെ എക്സാം ഹോളിൽ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ചെവികളിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ തരികയും ചെയ്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് എക്സാം ഹോളിൽ കയറുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ പോലും എനിക്ക് ഓർമ്മയിൽ നിന്നിരുന്നില്ല. ഞാനത് മറന്നു പോകുമായിരുന്നു. പക്ഷേ അതിന് ശേഷം ഇന്നേ വരെ എനിക്ക് ആ മറവി ഉണ്ടായിട്ടില്ല. എക്സാം ഹോളിൽ കയറി കഴിയുമ്പം എവിടെ നിന്നാണ് എനിക്ക് ഉത്തരം വരുന്നതെന്ന് അറിയില്ല. അതുപോലെ ശക്തമായ രീതിയിൽ എൻ്റെ ചെവിയിൽ ഒരാൾ ഉത്തരം പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ എഴുതണം, എങ്ങനെ എഴുതണം എന്നതെല്ലാം മാതാവ് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അത് പഠിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ CA ഫൈനലിൻ്റെ എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്ന അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വാങ്ങിച്ചിരുന്നു. കൈവപ്പ് ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു കാശുരൂപം വെഞ്ചരിച്ച് തന്നിരുന്നു. ആ വെഞ്ചരിച്ച് തന്ന കാശുരൂപം ഞാൻ എൻ്റെ സ്റ്റഡി മെറ്റീരിയലിനുള്ളിൽ വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷമായിരുന്നു പഠിക്കാനിരിക്കുന്നത്. എൻ്റെ ഒരു ദിവസം എന്നും ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടാണ്. എത്രയേറെ പഠിക്കാനുണ്ടെങ്കിലും പഠിച്ചു തീർന്നില്ലെങ്കിലും ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കിയിരുന്നില്ല. പക്ഷെ ഉടമ്പടി എടുക്കുന്നതിന് ശേഷം ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും വിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ പങ്കാളിത്തത്തിലൊരു മാറ്റം വരികയും ചെയ്തു. നേരത്തെ അത്ര തീവ്രമായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയുടെ കുരിശുമരണവും പീഡാനുഭവവും ഉത്ഥാനവും അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ നേരത്തെ കൊന്ത ചെല്ലുമ്പോഴാണെങ്കിലും എത്രയും വേഗം തീർക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ കൊന്ത ചൊല്ലി തീർക്കുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി കൊന്തയൊക്കെ ഞാൻ കൈ വിരിച്ച് കൊന്ത ചെല്ലുമായിരുന്നു. ദിവസം 2-3 കൊന്തയൊക്കെ ചെല്ലുന്നതിന് എനിക്കൊരു മടിയുണ്ടായിരുന്നില്ല. അതിനുശേഷം മാത്രം ഞാൻ പഠിക്കാനിരിക്കുകയുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അറ്റംപ്റ്റിൽ എൻ്റെ ഞാൻ പാസ്സായ 2 ഗ്രൂപ്പും 2 അറ്റംപ്റ്റുകളിലായിട്ടാണ് ഞാൻ എഴുതി പാസ്സായത്. അപ്പോൾ ആ 2 അറ്റംപ്റ്റുകളിൽ മാതാവിൻ്റെ വലിയൊരു ഇടപെടലുണ്ടായിരുന്നു. അതിലൊരു അറ്റംപ്റ്റിൽ എനിക്ക് എക്സാം ഹോളിൽ കയറി അവസാനത്തെ പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായൊരു തലവേദന വന്നു. എക്സാം ഒരിക്കലും എഴുതി തീർക്കാൻ പറ്റത്തില്ല, തീരാണ്ട് എഴുതി ഇറങ്ങേണ്ടി വരും എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഞാൻ ഉടമ്പടി ഉപ്പും അതുപോലെ തന്നെ തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശുരൂപം മുറുകെ പിടിക്കുകയും ചെയ്തതിന് ഫലമായിട്ട് എനിക്ക് ആ എക്സാം എഴുതാനും ആ അറ്റംപ്റ്റിൽ എനിക്ക് ആ ഒരു ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്യാനും സാധിച്ചു. ആ ഗ്രൂപ്പ് ഞാൻ പാസ്സാവുന്നുള്ളതിനൊരു അടയാളം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു. മാതാവിൻ്റെ 2 കരങ്ങളിലായിട്ട് എൻ്റെ 2 പേപ്പർ
എൻ്റെ ഫേസിങ് ഷീറ്റ് ഇരിക്കുന്നതായിട്ട് ഞാൻ വ്യക്തമായിട്ട് ദർശനത്തിലൂടെ കണ്ടു. ശേഷം അടുത്ത ഗ്രൂപ്പിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞപ്പം ഞാനിവിടെ അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ സെപ്റ്റംബറിൽ എൻ്റെ എക്സാം എഴുതിയിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, സെപ്റ്റംബർ മാസം മാതാവേ നിൻ്റെ ബർത്ത്ഡേ ആണ്, നവംബർ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്, അത് എനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നീ എന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് നവംബർ 3-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. ഞാനൊരു CA കാരിയായി. ഇത് മാതാവിൻ്റെ വലിയൊരു കരുതലും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് പാസ്സാവാൻ സാധിക്കാതിരുന്ന കാര്യം അമ്മയുടെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരികയില്ല എന്നല്ല, വരും. പക്ഷെ അതിനെ തരണം ചെയ്യാനുള്ളൊരു ശക്തി, അതിനുള്ളൊരു കൃപ നമുക്ക് മാതാവ് നൽകും. നമ്മുടെ കൂടെ ഒരാളുള്ള പോലത്തെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ വളരെയേറെ സങ്കടം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ നീ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരുന്നപ്പം രക്തം ഉയർത്തപ്പം നീ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ ഒരു മാലാഖേനെ എനിക്ക് വേണ്ടി അയക്കണേ എന്നെ ശക്തിപ്പെടുത്താൻ. അതുപോലെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, ദൈവമേ എൻ്റെ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തു നിന്നൊരു ദൂതനെ എനിക്ക് വേണ്ടി അയക്കണമേ. അതുപോലെ തന്നെ ഈശോയുടെ കുരിശൻ ചുവട്ടിൽ എല്ലാം തകർന്ന് നിന്നപ്പോൾ ഈശോയുടെ ചോരയിൽ ചവിട്ടി നിന്നവളാണ് അമ്മ. അമ്മ എളിമപ്പെട്ട് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചവളാണ്. അതുപോലെ എന്നെയും ദൈവമേ നിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കാനുള്ള ക്രമപ്പെടുത്തണമേ, എന്നെ എളിമപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ എപ്പോഴും തിരുത്തുവാൻ ശ്രമിച്ചിരുന്നു. കുറേയും കൂടി എളിമപ്പെടുവാനും അതുപോലെ തന്നെ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും ഉള്ളൊരു വലിയ കൃപാവനം ലഭിച്ചു. അങ്ങനെ CA പാസ്സായതിന് ശേഷം ഞാനൊരു ജോലിക്ക് വേണ്ടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ തലേന്ന് എനിക്കൊരു കോൾ വന്നു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും തേനും മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപവും മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിച്ചു. ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോഴും എൻ്റെ നാവിനുണ്ടായിരുന്നൊരു തടസ്സം അതെനിക്ക് മാറുന്നതായിട്ട് നല്ലപോലെ ഫീൽ ചെയ്തു. എനിക്ക് പ്രസൻറ്റേഷൻ ആയിരുന്നു എൻ്റെ ഒരു ഇൻ്റർവ്യൂ. അപ്പം നല്ല രീതിയിൽ എനിക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു, ഒരു തടസ്സവും കൂടാതെ. ഒരാൾ ചെവിയിലിരുന്ന് എങ്ങനെ പറഞ്ഞിരുന്നോ അതുപോലെ നല്ല രീതിയിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഞാൻ പങ്കെടുത്തു. രണ്ട് ഇൻ്റർവ്യൂവും പാസ്സായി എനിക്ക് മാതാവ് ഡിസംബർ 5-ാം തീയതി നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. മാതാവും ഈശോ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത് ആൾക്കാർ ഒരുപാട് കൂടുന്ന പള്ളികളിൽ പോയിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവർത്തികളാണെങ്കിലും നമ്മുടെ കുടുംബത്തിനുള്ളിലും പുറത്തും അനാഥാലയങ്ങളൊക്കെ എന്നാലാവും വിധമുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ എളിമപ്പെടുവാനും നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ മാതാവ് നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ മാതാവും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 34, 5 മുതൽ 7 വരെ തിരുവചനങ്ങൾ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ബോണിയ സിറിയക് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ 2 അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുവൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കോഴ്സ് മകൾ പഠിക്കുകയായിരുന്നു. ഏറെ ക്ലേശമുള്ള ഒരു പഠനമാണത്. വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രം വിജയമുള്ള ഒരു പഠനം. ആ പഠനത്തിൻ്റെ നാൾവഴികളിൽ അമ്മ മാതാവ് മകളെ കരം പിടിച്ച് നടത്തിയത് ക്ലേശമെന്ന് മകൾ കരുതിയ ഓരോ അവസരത്തിലും ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഓരോ പരീക്ഷകളും മകൾക്ക് വിജയമാക്കി നൽകിയത്. ആ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അല്പം പോലും സമയം കളയാതെ ആ കോഴ്സ് പൂർത്തീകരിച്ചെടുക്കുവാൻ മകളെ സഹായിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ സവിശേഷമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതം വളരെ സാരമായ തോതിൽ വ്യത്യാസപ്പെടുത്തിയത് ഉടമ്പടി ജീവിതമാണ്.
ഒരു വളരെ ചെറുപ്പമുള്ള മകള് അവരുടെ യൗവനകാലത്ത് കർത്താവിനെ കണ്ടെത്തുവാൻ, കർത്താവിൻ്റെ പീഡാസഹനത്തോടും മരണത്തോടും ഉത്ഥാനത്തോടും ചേർത്ത് തൻ്റെ ജീവിതത്തെ വിശ്വാസത്തിൽ സമർപ്പിച്ചുകൊണ്ട് ബലി അനുഭവമാകും വിധം ജീവിക്കുവാൻ, ഓരോ നന്മ പ്രവൃത്തികളിലേക്കും തിഷ്ടമായി ഇറങ്ങിച്ചെല്ലുവാൻ, അതോടൊപ്പം ചൊല്ലുന്ന ജപമാലയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതൊരു യാന്ത്രികമായ പ്രാർത്ഥനയല്ല, ദൈവാനുഭവത്തിൻ്റെയും രക്ഷാകര ദൗത്യങ്ങളുടെയും പ്രാർത്ഥനയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ പങ്കുചേരുവാൻ മകൾക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങളെ പ്രത്യേകമായിട്ട് ഈ വിജയത്തിനൊപ്പം മകൾ ഏറ്റുപറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതം സമഗ്രമായി തന്നെ ശുദ്ധീകരിക്കുന്നതും കാഴ്ചപ്പാടുകൾക്ക് വ്യക്തമായ അനുഗ്രഹങ്ങൾ നൽകുന്നതുമാണ്. മകൾ പറയുന്നുണ്ട്, എൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് എന്നെ ആകെ മാറ്റിക്കൊണ്ട് ഈശോയെ വ്യക്തിപരമായി സ്നേഹിക്കുവാൻ, അമ്മ മാതാവിനോട് ഏറ്റവും അടുപ്പത്തിൽ എനിക്ക് സംസാരിക്കുവാൻ എന്നെ സഹായിച്ചത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. അതിൻ്റെ സംരക്ഷണം മകൾക്ക് അത്യാവശ്യ നേരങ്ങളിൽ കിട്ടിയിരുന്നു. മകൾ പറഞ്ഞു, ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ തന്നെ എൻ്റെ കഴിവുകളെല്ലാം അപ്രസക്തമാകുന്നു, എനിക്ക് ഒന്നും എഴുതുവാൻ പറ്റാത്ത വിധം ഞാൻ അശക്തയാവുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അമ്മ മാതാവും ഈശോയും എന്നെ സഹായിക്കുകയും എൻ്റെ ചെവികളിൽ ആരോ പറയുന്നത് പോലെ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും, ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നാവിനൊരു തടസ്സമില്ലാത്ത വിധം സംസാരിക്കുവാൻ എൻ്റെ നാവുകളുടെ കെട്ടുകളഴിച്ച് എൻ്റെ അമ്മ മാതാവും ഈശോയും എന്നെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുകയും ചെയ്തുവെന്ന ഈ ദൈവിക സംരക്ഷണം ആപത്ത് കാലത്ത് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ ദൈവികമായ ഇടപെടൽ കൊണ്ട് ജീവിതത്തിൻ്റെ അധ്വാനത്തെ ഫലമണിയിക്കുന്ന അമ്മയുടെയും ഈശോയുടെയും പ്രത്യേകമായ സഹായം, അതാണ് മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത്. മകൾക്ക് ലഭിച്ച CA എന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രൊഫഷന്, അതിൻ്റെ പഠന വഴികളിൽ ലഭിച്ച മുഴുവൻ സംരക്ഷണത്തിന്, പരീക്ഷാ നേരങ്ങളിൽ ലഭിച്ച പ്രത്യേകമായ സഹായത്തിന് ഉടമ്പടി നേർച്ചവസ്തുക്കൾ വിശ്വസ്തയോടെ ഉപയോഗിക്കുകയും അത് ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പരീക്ഷകൾ എഴുതുവാനായി മകൾ പോകുമ്പോൾ ആ ഓരോ തവണയും അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം, സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് പരീക്ഷ എഴുതി വിജയിക്കുവാൻ അമ്മയും ഈശോയും നൽകിയ സവിശേഷമായ സഹായത്തിന് പ്രത്യേകമാവിധം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരീക്ഷകളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പഠിക്കുന്ന മക്കളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ, തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ്, ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 40ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഹണി എന്ന ഒരു സഹോദരിയുടെയും ദിയ എന്ന മകളുടെയും ഒരു സാക്ഷ്യമാണ്. ഒരു കൊച്ചു സാക്ഷ്യമാണ്. ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ പ്രത്യക്ഷീകരണം നടന്ന പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ നടന്ന വലിയൊരു അത്ഭുതത്തെക്കുറിച്ചുള്ള വലിയൊരു സാക്ഷ്യം. എൻ്റെ പേര് ഹണി. ഞാൻ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ ദിയ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഈ സാക്ഷ്യം നമുക്ക് മുമ്പിൽ തുറന്നിടുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ പലതരത്തിലേക്ക് ദൈവവുമായിട്ട് അടുപ്പിക്കുന്ന, അതുമല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ വലിയ സാമീപ്യം അനുഭവിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്ന വലിയൊരു സാക്ഷ്യ ദൈവാനുഭവമാണിത്. ഞാൻ സാധാരണ എപ്പോഴും പറയാറുള്ളത് പോലെ, ഞാനൊരു സാക്ഷ്യം തിരഞ്ഞെടുക്കാൻ നേരത്തെ സ്വർഗത്തിൻ്റെ കണ്ടന്റ്, അതുമല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വലിയ വെളിപ്പെടുത്തൽ, ദൈവപിതാവിൻ്റെ നേരിട്ടുള്ള സന്ദേശം, അങ്ങനെയുള്ളൊരു സാക്ഷ്യങ്ങളാണ് ഞാൻ ഈ ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയ്ക്ക് എടുക്കാറുള്ളത്. അതുപോലുള്ളൊരു സാക്ഷ്യമാണ് ഇതും. ഈ ഒരു സാക്ഷ്യം ആരംഭിക്കുന്നത് തന്നെ ഈ അമ്മ ഈ മകളുടെ വലിയൊരു ദൈവാനുഭവം പറഞ്ഞുകൊണ്ടാണ്, മറ്റൊന്നുമല്ല. അത് ദൈവാനുഭവം ഇതാണ്. ഇവിടെ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മകൾക്ക് ചെറുതിലെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ എപ്പോഴും തലവേദനയും തലകറക്കുമൊക്കെ ആയിരുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് അപ്പോൾ എന്നെ വിളിക്കുമായിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ കണ്ണിൻ്റെ ഡോക്ടർ വന്നപ്പോൾ അവളെ ടെസ്റ്റ് അവർ നോക്കിയിട്ട് പറഞ്ഞു, മോൾക്ക് ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവളെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു,
ഇവൾ ഒരു കണ്ണിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റേ കണ്ണ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് 99% കണ്ണിൻ്റെ കാഴ്ചശക്തി പോയി എന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ഒരു ദുരിതത്തിലൂടെ ഈ മകള് 5ാം ക്ലാസ് മുതൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ ഈ മകൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണ്. അങ്ങനെയാണ് കണ്ണൂരിൽ നിന്ന് ഈ അമ്മ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഈ മകളുടെ പ്രത്യേകമായിട്ടുള്ള ഈ നൊമ്പരം മരിയൻ ഉടമ്പടിയിൽ ഒരു വിഷയമായിട്ട് എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇത് പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ വലിയൊരു ദൈവിക ഇടപെടൽ കൂടിയാണ്. സാക്ഷ്യ ദൈവാനുഭവം ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്. ഞങ്ങൾക്ക് ടെൻഷനായി. ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുർബാന കൂടിക്കഴിഞ്ഞപ്പോൾ മോളെന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിലൊരു കരട് പോയിട്ടുണ്ട്, അമ്മയൊന്ന് ഊതി തരാൻ പറഞ്ഞു. ഞാൻ ഇവളുടെ കണ്ണിലൊന്ന് ഊതിക്കൊടുത്തു. പക്ഷേ അത് ഒരു ദൈവിക ഇടപെടലിൻ്റെ വലിയൊരു സൂചനയായിരുന്നു. നമ്മൾ പഴയ നിയമത്തിൽ തോബിത്തിന് ആ കയ്പ പുരട്ടിയപ്പോൾ കാഴ്ച ലഭിച്ചതുപോലെ പുതിയ നിയമത്തിൽ നമുക്കറിയാം സാവൂളിന് ഒരു ചെതുമ്പൽ പോലുള്ള ഒന്ന് അഴിഞ്ഞു വീണ് കാഴ്ച പ്രാപിച്ചതുപോലെ അങ്ങനെയുള്ള ഒരു വലിയ ദൈവാനുഭവം. ഈ മകൾ പറയുന്നത് ഒരു കരട് വീണു എന്നാണ്. പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം, ആ ഒരു ദിവ്യബലിക്ക് ശേഷം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നടന്ന ആ ദിവ്യബലിയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യമാണ് ഈ കണ്ണിന് കിട്ടുന്നത്. വലിയൊരു അത്ഭുതമാണ്. പരിശുദ്ധ ദൈവമാതാവ് നേരിട്ട് വന്നാണ് ഈ മകളുടെ വിഷയത്തിൽ ഇടപെടുന്നത്. പിന്നെ ഇപ്പോൾ ഭയങ്കരമായി പെട്ടെന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കരയണ്ട, നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ, നിനക്ക് മാതാവ് കാഴ്ച തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, എനിക്ക് ഈശോയും മാതാവിനെയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തുടർന്ന് പിന്നാലെ ഈ അമ്മ മകൾക്ക് മൈക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഈ മകള് വലിയൊരു ദൈവാനുഭവം പറയും. ഇത് വലിയൊരു ദൈവാനുഭവമാണ്. അതിനേക്കാൾ വലിയൊരു ദൈവാനുഭവമാണ് ഈ മകള് പറയുന്നത് പ്രകാരമാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. സാൻസ്ക്രിറ്റും ഹിന്ദിയും ആയിരുന്നു. അത്രയും ദിവസം അമ്മയായിരുന്നു എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അമ്മ പുറത്തു പോയപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സാധാരണ വീടുകളിലൊക്കെ അങ്ങനെയാണ്. പ്രത്യേകമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അമ്മമാരാണ് മക്കളെ പഠിപ്പിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ അമ്മ തന്നെ ആയിരുന്നു എൻ്റെ എല്ലാ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, പിന്നെ എൻ്റെ ചേച്ചിമാരും. അപ്പോൾ ഇതേപോലെ അമ്മയാണ് സാധാരണ വിളിച്ചിരുത്തി ഈ മകളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അമ്മ ആ ദിവസം പർട്ടിക്കുലറായിട്ട് ഈ മകളുടെ എക്സാം ആണ്, എന്നാൽ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മകൾക്കാണെങ്കിൽ തനിച്ച് പഠിച്ചിട്ട് ഒന്നും തലയിൽ കയറുന്നില്ല. പക്ഷേ 2 കൊരിന്തോസ് 12:10 തിരുവചനം അനുസരിച്ച് എല്ലാ ബലഹീനതകളിലും ഒരു വാതിൽ ദൈവം നമുക്കായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ശക്തി എന്നുള്ള ഒരു വലിയ വാതിലാണ്. ഇവിടെ ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുമായിട്ട് വലിയ ആത്മബന്ധമുണ്ട്. അവൾ ചെയ്യുന്നത് പ്രകാരമാണ്. ഞാനും എൻ്റെ അനിയനായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അനിയനെ എനിക്ക് അവൻ കളിക്കുന്ന സൗണ്ട് കൊണ്ട് എനിക്ക് പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവനെ പുറത്തു വിട്ടു. ഞാൻ വാതിലടച്ചു. എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു, പഠിക്കാനും കഴിയുന്നില്ലായിരുന്നു. ഈ മകളൊരു കാര്യം ചെയ്യും, രൂപക്കൂടിൻ്റെ അടുത്ത് വന്ന് മാതാവിനോട് പറയും, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, വായിക്കാൻ കിട്ടുന്നില്ല, ഭയങ്കര ടഫാണ്, എനിക്ക് മാതാവ് പറഞ്ഞു തരണം, എനിക്ക് ഒട്ടും പഠിക്കാൻ കഴിയുന്നില്ല, പഠിക്കാനുള്ള ബുദ്ധി തരണം എന്ന് പറഞ്ഞു. ഒരു ശിശു സഹജമായ നിഷ്കളങ്കതയോട് കൂടിയിട്ടാണ് പരിശുദ്ധ ദൈവമാതാവിനോട് ഈ തൻ്റെ നൊമ്പരം ഇങ്ങനെ പറയണത്. കാരണം പരീക്ഷയാണ്, ഇതിനെ സഹായിച്ചില്ലെങ്കിൽ ഇതെല്ലാം കൈവിട്ട് പോകുന്നുള്ള ഒരറ്റകൈ പ്രയോഗം എന്നുള്ള രീതിയിലാണ് ഈ മകളെ രൂപക്കൂടിൽ നിന്നുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു സംഭവം നടന്നവിടെ. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ റൂമിലേക്ക് കയറിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രൂപക്കൂട്ടിലേക്ക് നോക്കിയപ്പം ഒരു കുഞ്ഞു ഒരു തീപ്പാളം പോലെ താഴേക്ക് വീഴുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ഓടിച്ചേർന്നു. അപ്പോഴത്തേക്ക് മാതാവ് അവിടെ നിൽക്കുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. മാതാവ് എന്നിട്ട് ഞാൻ മുട്ടുകുത്തി അവിടെ നിന്നു. ആ മകള് പറയുന്നുണ്ട്, അമ്മ 2 കൈകളും എടുത്ത് എൻ്റെ തലയിൽ ഇങ്ങനെ വെച്ചു. മാതാവ് എൻ്റെ തലയിൽ തൊട്ട് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ തല ഫുള്ള് മാതാവിൻ്റെ കൈയായിരുന്നു. ആ മകളിങ്ങനെ ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങളത് ഈ സാക്ഷ്യം കേൾക്കണം.
എൻ്റെ താഴെ ഈ സാക്ഷ്യം പിൻ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് എങ്ങനെയാണ് തൻ്റെ മക്കളെ സന്ധിക്കുന്നത്, അമ്പരത്തോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് പരിശുദ്ധ അമ്മ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്ന. ഇതിനു മുമ്പ് ഒരുപാട് കുഞ്ഞുങ്ങളാണ് പരിശുദ്ധ അമ്മയെ കണ്ടു, ഈശോയെ കണ്ടു എന്നൊക്കെ ഇവിടെ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലൊരു സാക്ഷ്യം കൂടിയാണിത്. ഈ മകള് പറയുന്നുണ്ട്, എൻ്റെ ദേഹം ആകെ ഇങ്ങനെ തണുത്തുറഞ്ഞുപോയി. ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു, എനിക്ക് കയ്യും കാലൊക്കെ വിറത്ത് തണുത്തിരിക്കുമായിരുന്നു. അപ്പത്തേക്ക് ഞാൻ ഓടിപ്പോയി. അപ്പത്തേക്ക് മാതാവ് അവിടുന്ന് പോയായിരുന്നു. തുടർന്ന് ഈ ഒരു പ്രത്യക്ഷീകരണത്തെ സാധൂകരിക്കുന്ന ദൈവാനുഭവം ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എക്സാം കഴിഞ്ഞു. ഈ മകള് പറയുന്നുണ്ട്, ഈ ഔട്ട് ഓഫ് 24-25 മാർക്സ് ആണ്. അതായത് ഈ സാൻസ്ക്രിറ്റിനും ഹിന്ദിക്കും ഈ മകൾക്ക് ഒന്നും അറിയില്ലാത്ത സബ്ജക്ട്സിന് പരിശുദ്ധ അമ്മ തന്നെ പകർന്നു കൊടുത്ത ജ്ഞാനത്താൽ ഈ മകള് പോയി എഴുതിയപ്പോൾ കിട്ടിയത്. ഈ ഒരു ദൈവാനുഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് ബാറൂഖ് പ്രവാചകന്റെ പുസ്തകത്തിലെ തിരുവചനമാണ്. ബാറൂഖ് 3:29-30 തിരുവചനങ്ങൾ. ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴെ കൊണ്ടുവരുന്നത്? സമുദ്രം കടന്ന് അവളെ കണ്ടുപിടിച്ചത് ആര്? തനി സ്വർണം കൊടുത്ത് ആര് അവളെ വാങ്ങും? ബാറൂഖ് 3:29 തിരുവചനം ജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തിരുവചനമാണ്. ആരാണ് സ്വർഗത്തിൽ കയറി മേഘത്തിൽ നിന്ന് അവളെ പിടിച്ചിറക്കി താഴേക്ക് കൊണ്ടുവരുന്നത്? ഈ മകൾ പ്രാർത്ഥിച്ചതും അമ്മയോട് പ്രാർത്ഥിച്ചതും അത് തന്നെയാണ്. അമ്മേ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നീ ജ്ഞാനം തരണം, നീ എന്നെ പഠിപ്പിച്ചു തരണം. തുടർന്നുള്ള തിരുവചന ഭാഗങ്ങളിൽ ബാറൂഖ് പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ബാറൂഖ് 3:36-37 തിരുവചനങ്ങൾ. അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തൻ്റെ ദാസനായ യാക്കോബിന് താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. അതെ, താൻ സ്നേഹിച്ച ഇസ്രായേലിന് അവളെ കൊടുത്തു, മനുഷ്യരുടെ ഇടയിൽ അവൾ നിലയുറപ്പിച്ചു. ഈ ഒരു സാക്ഷ്യ ദൈവാനുഭവം ഈ മകളുടെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നൊരു വചനമാണ്. വളരെ നിഷ്കളങ്കരമായ രീതിയിൽ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ ദൈവം ജ്ഞാനത്തിൻ്റെ വാതില്, അത് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജ്ഞാനത്തെ പകർന്നു കൊടുത്ത വലിയൊരു ദൈവാനുഭവം. ഇങ്ങനെ മേഘത്തിൽ നിന്ന് ഈ ജ്ഞാനത്തെ, ദൈവിക ശക്തിയെ പിടിച്ചിറക്കി കൊണ്ടുവരാൻ ഈ മകൾക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? അതുമല്ലെങ്കിൽ താൻ സ്നേഹിച്ച ഇസ്രായേലിന്, അതുമല്ലെങ്കിൽ ഈ ദിയ എന്ന കുഞ്ഞുമകൾക്ക് ദൈവ ജ്ഞാനം പകർന്നു കൊടുക്കാൻ, സ്നേഹിച്ച മകൾക്ക് ഇസ്രായേലിന് പകർന്നു കൊടുക്കാൻ കാരണം എന്താണ്? അതിൻ്റെ ഉത്തരം ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഇവിടെ 2 വചനങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. പൂർണ്ണ ഹൃദയത്തോടെ അവിടത്തെ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുന്നത്. രണ്ടാമത്, ഇങ്ങനെ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ ദൈവം നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഈ മകളുടെ ജീവിതത്തിൽ നടന്ന 2 അത്ഭുതങ്ങൾ നമ്മളിപ്പോൾ കേട്ടു. ഐശ്വര്യം പുനഃസ്ഥാപിച്ച 2 വലിയ ദൈവിക ഇടപെടലുകളാണ് നമ്മൾ കേട്ടത്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, ആ മകൾക്ക് ഒരു കണ്ണിന് 99% കാഴ്ചയില്ലാതിരുന്ന ആ കണ്ണിന് പൂർണ്ണ കാഴ്ച ലഭിച്ചു. രണ്ടാമതായിട്ട് ഈ മകളെ എക്സാമിന് കൂടെ വന്ന് ദൈവമാതാവ് സഹായിച്ചു. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ അന്വേഷിക്കുന്നവർക്കാണ് ദൈവം തൻ്റെ സാന്നിധ്യം, സാമീപ്യം വെളിപ്പെടുത്തുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന, അവലംബം വെച്ചിരിക്കുന്ന ശക്തി അത് ദൈവം തന്നെയായിരിക്കണം. ദൈവമാതാവിലൂടെ നമ്മൾ ഈ ഒരു ദൈവിക സാന്നിധ്യം തന്നെയാണ് തേടുന്നത്. ഇതാണ് ഒരു ഉടമ്പടിയുടെ ക്രക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്നുള്ളത്. അതായത് ഈ ഒരു ദൈവിക സാന്നിധ്യത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോഴാണ്
കണ്ടെത്തുന്നു. ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിലയുറപ്പിക്കുന്ന അവളുടെ സാന്നിധ്യം പേറിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ എല്ലാ മേഖലകളിലും നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം അത് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. ഇവിടെയും മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് സങ്കീർത്തകൻ പറയുന്ന ഒരു ശക്തമായ കാര്യമാണ്. 69 സങ്കീർത്തനം 13 തിരുവചനം. കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ നമ്മളൊക്കെ ടൈം ദൈവത്തിന് ഇട്ട് കൊടുക്കും. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ഒരു ആപ്റ്റ് ടൈം ആയിരിക്കില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്, ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. 5ാം ക്ലാസ് മുതലാണ് ഈ മകളുടെ ഒരു സഫറിങ് തുടങ്ങുന്നത്. ഇപ്പോൾ ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ന് ആളുകളിലൊക്കെയും ഈ മകൾ പഠനത്തിലും അതുപോലെ തന്നെ കാഴ്ച സംബന്ധമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ, തലകറക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു മകളാണ്. പക്ഷേ മരിയൻ ഉടമ്പടി വഴിയായപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഉചിതമെന്ന് ദൈവമാതാവിന് തോന്നിയ സമയത്ത് മാതാവ് ആ ഫയലിൽ ഒപ്പിട്ട് ഈ മകളുടെ ഐശ്വര്യം തിരിച്ചു കൊടുക്കും. ഈ ഒരു സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാകും. ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഒരു മരിയൻ ഉടമ്പടിയിലേക്കൊക്കെ അപ്പുറത്ത് ഈ അമ്മയ്ക്കും മകൾക്കും ഒരു നിഷ്കളങ്കമായ സ്നേഹം അവർ ദൈവത്തോട് ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജെറമിയ 29:13-14 തിരുവചനം അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടിയപ്പോൾ അവർക്ക് ഉത്തരം കിട്ടിയത്. നമുക്കറിയാവുന്ന പോലെ ഓരോ പ്രത്യക്ഷീകരണ സന്നിധാനവും ഒരു സീലോഹ കുളമാണ്. നമ്മുടെ നഷ്ടപ്പെട്ട കാഴ്ചകൾ, നമ്മുടെ നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങൾ, ഇതൊക്കെ പുനഃസ്ഥാപിക്കുന്ന ഒരു ഇടമാണ് ഓരോ പ്രത്യക്ഷീകരണ മണ്ണും. ഈ ഒരു കൃപാസനത്തിലോട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയത്തിലോട്ട് കടന്നു വരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ജീവിത നിലപാട് ഇത് തന്നെ ആയിരിക്കണം. അതായത് പൂർണ്ണ ഹൃദയത്തോടെ മറ്റൊന്നിലും അവലംബം വെക്കാതെ നീ തന്നെയാണ് എൻ്റെ ശരണം. മറ്റു വ്യക്തികളോ ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ കപ്പാസിറ്റികളോ എൻ്റെ ക്വാളിഫിക്കേഷൻസോ എൻ്റെ ധനമോ പണമോ പ്രസക്തിയോ ഇതൊന്നും നമ്മൾ അവലംബമാക്കരുത്. നമുക്കുണ്ടായിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള കഴിവുകളിൽ നമ്മൾ ശരണം വെക്കരുത്. ദൈവത്തെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ അവിടത്തെ തേടിയാൽ തീർച്ചയായിട്ടും ജെറമിയ 29:13-14 തിരുവചനം അനുസരിച്ച് അവിടത്തെ കണ്ടെത്താൻ ഏറെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടി വഴിയാകുമ്പോൾ പരിശുദ്ധ ദൈവമാതാവൻ നമ്മളോട് കരുണ തോന്നി സമയച്ചുരുക്കത്തിൽ അത് സാധ്യമാകും. അത് എത്ര വലിയ കിറാമുട്ടിയായ വിഷയങ്ങളാണെങ്കിൽ പോലും അത് സാധ്യമാണ് എന്നാണ് അനുദിനം ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങൾ നമ്മളോട് വിളിച്ചോതുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധമേ, ദൈവമാതാവേ, ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെട്ട ആ ഒരു കാരുണ്യത്തിന്, അവരോട് നീ കാണിച്ച കരുതലിന് ഒക്കെ ഞങ്ങൾ നന്ദി പറയും. ഇതുപോലെ തന്നെ ഓരോരോ മക്കള് ആകുലപ്പെട്ട് നൊമ്പരപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ തേടി അശരണരായി വരുന്ന ഓരോ മക്കളെയും നീ സന്ധിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയിൽ തീക്ഷ്ണതയോടെ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ നൊമ്പരങ്ങൾ ഇറക്കി വയ്ക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ അനുദിന ശുശ്രൂഷകളിൽ ഏറെ പ്രത്യേകമായിട്ട് മരിയൻ ഉടമ്പടി ധ്യാനത്തിലും അവർ ഡെയിലി ബ്രെഡ് ശുശ്രൂഷയിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ നിയോഗങ്ങൾ, നൊമ്പരങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കൃപ വന്ന് നിറയുവാൻ അവരുടെ അന്തരംഗങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകി ആ മക്കളെ നീ നിന്റെ കൃപയ്ക്ക് പാത്രമാക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ
നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ജോബൻ, ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നു. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കുവൈറ്റിലാണ്. ദൈവവും അമ്മ മാതാവും ചെയ്തു തന്ന അനുഗ്രഹത്തിന് എത്ര കോടി നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ എൻ്റെ വീടിൻ്റെ പണി ഭംഗിയായിട്ട് ചെയ്യാനും, അതുപോലെ തന്നെ എനിക്ക് വിദേശത്തൊരു കമ്പനിയിൽ, നല്ലൊരു കമ്പനിയിൽ തന്നെ ജോലി ഉണ്ടായിരുന്നു. ആ കമ്പനി ഞാൻ ഉപേക്ഷിച്ച് വേറൊരു കമ്പനിയിലോട്ട് പോകാൻ അത് സാധിച്ചു. ഇതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നത് 23/5/2024 അപ്പം എനിക്ക് വളരെയേറെ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ കൊറോണ സമയത്ത് നാട്ടിലേക്ക് വന്നപ്പോൾ അത് കഴിഞ്ഞ ഒരു സമയത്തായിരുന്നുകൊണ്ട് എനിക്ക് എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട്, എനിക്ക് കുവൈറ്റ് തിരിച്ചെല്ലാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ആ സമയത്ത് തിരിച്ചു പോകാൻ സാധിച്ചില്ല. ഞാൻ ഒരു 5 മാസത്തോളം നാട്ടിലായിരുന്നു. അപ്പം അതെനിക്കൊരു പലപ്പോഴും അനുഗ്രഹമായി തീർന്നു. കാരണം എൻ്റെ വീടിൻ്റെ പണി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ 15 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഞാൻ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എനിക്ക് ഒരു 2800 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ചെയ്യാൻ സാധിച്ചു. അത് വെച്ച് ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒരു കാലിത്തൊഴുത്ത് പണിയാനുള്ള പൈസ കൊണ്ട് എനിക്ക് നല്ലൊരു വീട്, 2800 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ചെയ്യാൻ സാധിച്ചു. അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എനിക്ക് 8 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ 17/8/2024 എനിക്ക് ആ വീട് കൂദാശ ചെയ്ത് അതിൽ കയറി താമസിക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ 28/8 ഞാൻ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചിട്ട് പോയി. എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള സാധ്യത ഉള്ളായിരുന്നുകൊണ്ട് ഞാൻ വീണ്ടും കുവൈറ്റിലേക്ക് പോയി അവിടെ ഉടമ്പടിയിൽ തന്നെ തുടരുകയായിരുന്നു. എനിക്ക് ആ സമയത്ത് പക്ഷേ തിരിച്ചു വന്നെങ്കിലും എൻ്റെ ജോലി 5 വർഷം കൊണ്ട് ഞാൻ നാട്ടിലായിരുന്നുകൊണ്ട് എനിക്കതൊരു പ്രോബ്ലമല്ല. ഞാൻ എൻ്റെ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഞാനൊരു അക്കൗണ്ടൻറ്റ് കം ക്യാഷിയർ എന്നുള്ള പോസ്റ്റായിരുന്നു. അതിൽ തന്നെ തുടർന്നെങ്കിലും എനിക്കുള്ള ശമ്പളം ആ സമയത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പലർക്കും, എൻ്റെ കൂട്ടത്തിലുള്ള പലർക്കും കൂട്ടിയെങ്കിലും എനിക്കത് കൂട്ടി കിട്ടിയില്ല. അപ്പോൾ ഞാനത് 5-6 മാസത്തോളം എൻ്റെ മാനേജറോട് പറഞ്ഞു, സാറേ എനിക്ക് കൂട്ടി കിട്ടണം, അല്ലെങ്കിൽ എനിക്കത് പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളൊരു ചെയ്യാമെന്നൊരു പറയുന്നുണ്ടെങ്കിലും അയാളൊരു നിസ്സാരമായിട്ട് അത് കണ്ടുകൊണ്ടിരുന്നു. ഞാനെങ്കിൽ ഞാൻ ഇവിടെ വിട്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ റിസൈൻ ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എനിക്കൊരു ധൈര്യം എന്ന് പറയുന്ന അമ്മ മാതാവിനെ എപ്പോഴും കയ്യിൽ ഞാൻ പിടിക്കുന്നുണ്ട്. ഞാനെന്നും കാലത്ത് എഴുന്നേറ്റ് കൊന്ത ചൊല്ലാറുണ്ട്, അച്ഛൻ്റെ പ്രെയർ കേൾക്കാറുണ്ട്. ഞാൻ എപ്പോഴും ഉടമ്പടിയെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചൊരു ലാഗ് വന്നു. എനിക്ക് മെയ് മാസം 2024 എനിക്ക് നല്ലൊരു ജോലി, നല്ലൊരു മലയാളി വിത്ത് കുവൈറ്റിയും കൂടെ പാർട്ണർഷിപ്പിലുള്ളൊരു നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. അതിലെൻ്റെ ഒരു മൂത്ത സഹോദരൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാവുന്ന ഒരു വ്യക്തി തന്നെ എനിക്ക് സഹായം തന്നു. അയാൾ അതിൽ ജോലി ചെയ്യുന്ന ആളാണ്, 25 വർഷമായി ജോലി ചെയ്യുന്ന ഒരാൾ. പുള്ളി തന്നെ റെക്കമെൻഡ് ചെയ്ത് എനിക്ക് നല്ലൊരു ജോലി, നല്ല ഓഫീസിൽ തന്നെ ഒരു നല്ല ജോലി കിട്ടി. ഞാൻ ചോദിച്ച ശമ്പളം തന്നെ എനിക്ക് കിട്ടി. ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നാട്ടിൽ വരുന്ന സമയങ്ങളിൽ ഒരു അനാഥാലയമുണ്ട് ഞങ്ങളുടെ വീടിനോട് അടുത്ത് ഒരു 15 കിലോമീറ്റർ പോയാലൊരു അനാഥാലയമുണ്ട്. അവിടെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാർ ഒരു 10-200 പേര് താമസമുണ്ട്. അവിടെ പോയി സാമ്പത്തികമായിട്ട് ഞാൻ എല്ലാ വർഷവും സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട് ഞാൻ പണിഞ്ഞ സമയത്ത്, വീട് കൂദാശ ചെയ്യുന്നതിന് മുമ്പ് അവർക്കുള്ള കാലത്തെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തിച്ചതിന് ശേഷം തന്നെയാണ് എൻ്റെ വീടിൻ്റെ കൂദാശയും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തത്. ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ആൾക്കാരെ സഹായിക്കാനെ കൊണ്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. കുവൈറ്റിലാണെങ്കിലും പലരും സഹായം ചോദിച്ചാലും നമ്മൾ ചെയ്യാറുണ്ട്. നാട്ടിൽ വരുമ്പോൾ ഈ അനാഥാലയത്തിൽ എല്ലാ വർഷവും ഞാൻ പോയി സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ എനിക്കൊരു സ്ഥിരപ്പെട്ട ജോലി, ഞാൻ ചോദിച്ച ശമ്പളത്തിന് തന്നെ എനിക്ക് ഇവിടെ ജോലി കിട്ടി. വളരെയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ജോലിയുടെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുവൈറ്റിൽ വെള്ളിയാഴ്ചകളിൽ കുടുംബ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് പല വീടുകളിലും ചെന്നാലും നമ്മുടെ കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുക്കൾ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്.
എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടു, ഇതെനിക്കിങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്, എനിക്കൊരു ജോലിക്ക് പുതിയതായിട്ട് കയറണം. അപ്പം എനിക്ക് ഞാൻ ഉടമ്പടിയിലാണോയെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണെന്ന് അവൻ പറഞ്ഞു. അവൻ എനിക്ക് അതിനൊരു സഹായം ചെയ്തു തന്നു. ഞാനത് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ ഞാൻ ഫാമിലിയായിട്ട് അവിടെയാണ്, എൻ്റെ വൈഫ് കുഞ്ഞ് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് രോഗങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അവർക്ക് ഛർദിലോ പനിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലം അവർക്ക് തേക്കാറുണ്ട്, ഉടമ്പടി ഉപ്പ് അവർക്ക് കൊടുക്കാറുണ്ട്. അതിന് വിശ്വാസപ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസവും ഒരു രക്ഷയും എനിക്ക് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അമ്മ മാതാവിൻ്റെ കയ്യിൽ നമ്മളെപ്പോഴും കരം പിടിച്ച് നടന്നാൽ ആരെയും കൈവിടില്ല. എനിക്ക് പല പല പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ഞാനൊരു ധൈര്യം എനിക്ക് അമ്മ മാതാവായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നാട്ടിൽ കുവൈറ്റിൽ പോകുന്നതിന് മുമ്പിട്ടാണ് ഓഡിറ്ററായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ഓഡിറ്ററായിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ പലരും എൻ്റെ കൊളീഗിനോടൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ളവരോടൊക്കെ ഞാനൊരിച്ചിരി അഹന്തയോടാണ് പെരുമാറുന്നത്. ഞാൻ ഓഡിറ്ററാണ്, ഞാൻ ഇച്ചിരി പവറുള്ള ആളാണ് എന്നുള്ള ഒരു അഹന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അത് പലപ്പോഴും എനിക്കത് എൻ്റെ ഇപ്പോഴത്തുള്ള ജീവിതത്തിലൊക്കെ വന്ന് കയറാറുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു വചനം എപ്പോഴും ഓർക്കാറുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:52, യേശു ജ്ഞാനത്തിനും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നമുക്ക് ആ ഒരു വചനം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ വീർത്തിരിക്കുന്ന നമ്മുടെ അഹന്ത പെട്ടെന്ന് അങ്ങ് ചുരുങ്ങി ഒരു സാധാരണ മനുഷ്യനായിത്തീരുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല വചനങ്ങൾ ഞങ്ങൾ ഓർക്കാറുണ്ട്. അതുപോലെ പുറപ്പാടിൻ്റെ പുസ്തകം 14:14, ദൈവം നിങ്ങൾക്കായി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. അതുപോലുള്ള വചനങ്ങൾ നമ്മൾക്ക് തരുന്ന ധൈര്യം ഭയങ്കരമാണ്. നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രതിസന്ധികളിലൊക്കെ ഈ വചനങ്ങളൊക്കെ പലപ്പോഴും ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഫ്രീ കിട്ടുമ്പോൾ ഞാൻ വചനങ്ങൾ എഴുതാറുണ്ട്. വാട്സപ്പിൽ അത് എടുത്തിട്ടിട്ടുണ്ട്. അത് വായിക്കാനും പഠിക്കാനും വചനം വായിക്കാനും ഒക്കെ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കാലത്തുള്ള ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അപ്പം ഞാൻ ഈ എൻ്റെ അനുഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നാൽ വളരെയേറെ കാര്യങ്ങളുണ്ട്. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും എന്നോട് കൂടെയുണ്ട് മാതാവുണ്ട്. മാതാവിൻ്റെ സംരക്ഷണം ഇല്ലെങ്കിൽ ഞാൻ പലപ്പോഴും വീണു പോകുമായിരുന്നു. പല പ്രലോഭനങ്ങളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കാനും കുർബാനയ്ക്കൊക്കെ പോകാൻ പല തടസ്സങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുവൈറ്റിലായിരിക്കുമ്പോൾ കുവൈറ്റിൽ പലപ്പോഴും 50 ഡിഗ്രി ചൂടും ഇപ്പം വരുമ്പോൾ 4 ഡിഗ്രി വരെ ചൂട് ആയിട്ടുണ്ട്. അത്രയും തണുപ്പാണ്. ആ സമയത്ത് വെള്ളിയാഴ്ചകളിലുള്ള കുർബാനകളിൽ കാലത്ത് 6 മണിക്ക് എഴുന്നേറ്റ് 7 മണിക്ക് അത് കൂടി കുമ്പസാരിക്കാനും 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ കുമ്പസാരിക്കാനൊക്കെ വളരെയേറെ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ സാധാരണക്കാർ വിചാരിക്കും, ഇപ്പോൾ ഇച്ചിരി റെസ്റ്റ് എടുക്കാം, അവിടെ ലാറ്റിൻ കുർബാനയുണ്ട്, മലങ്കര കുർബാനയുണ്ട്, മലബാർ കുർബാനയുണ്ട്. ഇതിൽ ഏതെങ്കിലും കുർബാന നമ്മൾ പങ്കെടുക്കാറുണ്ട്. അതിന് വീഴ്ച വരുത്താതെ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും അവധിയുള്ളപ്പോൾ ഞാൻ പോയി പങ്കെടുക്കാറുണ്ട്. അതുപോലെ മാതാവിൻ്റെ അനുഗ്രഹത്തിന് എത്ര ഞാനിവിടെ നിന്ന് എനിക്ക് ഇന്ന് മുഴുവനും പറയാൻ സാധിക്കും. പക്ഷേ നിങ്ങളോട് പറയാനാണ് എനിക്ക്, നിങ്ങളെ മാതാവിനെ മുറുകെ പിടിച്ചോളുക, മാതാവ് നിങ്ങളെ നടത്തും, അതാണ് എൻ്റെ ധൈര്യം. ഈശോയ്ക്കും അമ്മ മാതാവിനും തന്ന കൃപയ്ക്ക് 1000 നന്ദി പറയുന്നു. 92-ാം സങ്കീർത്തനം 13-14 തിരുവചനങ്ങൾ. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു, അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം ചൂടി നിൽക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. ജോബൻ ജോയ് എന്ന ഈ സഹോദരൻ തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഈ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ ഏറ്റുപറയുമ്പോൾ വളരെ സന്തോഷത്തോടെ വളരെ എളിമയോടെ അമ്മയോടുള്ള വലിയ ആത്മാർത്ഥമായ സ്നേഹത്തോടെ പരിശുദ്ധ അമ്മ ഓരോ സമയവും ഈശോയിലേക്ക് കൊണ്ടുപോയ, ഈശോയെ നൽകിയ വലിയ ദൈവാനുഭവത്തോടു കൂടിയാണ് ഈ സഹോദരൻ ഈ സാക്ഷ്യം ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓൺലൈൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ 8 മാസം കൊണ്ടാണ് ഒരു വീട് പണിയണം എന്നുള്ളൊരു സ്വപ്നം. 15 ലക്ഷം രൂപ ഒരു വീട് പണിയാൻ ഒന്നുമല്ല എന്ന് നമുക്കറിയാം. ആ ഒരു ചെറിയ തുകയിൽ നിന്ന് അദ്ദേഹം തുടങ്ങിയ ആ ഒരു വീട് പണി 8 മാസം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വളരെ പെട്ടെന്ന് പണി തീർക്കുവാനായി സാധിച്ചു എന്ന് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് എത്ര തന്നെ ആരോഗ്യവും കഴിവും യോഗ്യതയും എല്ലാം ഉണ്ടായാലും
ഒരു കൃപ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ സാധ്യമല്ല എന്ന് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ജോബൻ ഒരു ഓഡിറ്റർ, ഒരു അക്കൗണ്ടൻ്റാണ്. അതിനാൽ തന്നെ ബുദ്ധിയും വിവേകവുമൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. അതിൽ നിന്നെല്ലാം തൻ്റെ തിരിച്ചറിഞ്ഞ നാളുകളിൽ എൻ്റെ അഹങ്കാരമോ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഒന്നുമല്ല, ദൈവമാണ് എന്നെ ഉയർത്തിയത്, വളർത്തിയത്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നതുപോലെ ആ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈശോയെ സ്നേഹിക്കുവാൻ പഠിച്ചപ്പോഴാണ് അദ്ദേഹത്തെ ദൈവം എടുത്തുയർത്തിയതെന്ന് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന വലിയ ഒരു അസ്വസ്ഥത, എത്ര തന്നെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആത്മാർത്ഥതയോടെ ചെയ്താലും അദ്ദേഹത്തിന് കൃത്യമായ മാന്യമായ സാലറി നൽകാതിരുന്ന അവസ്ഥയിൽ പരിശുദ്ധ അമ്മയിൽ അദ്ദേഹം ശരണം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വേറൊരു നല്ല ശമ്പളത്തോടു കൂടിയുള്ള ഒരു ജോലി നൽകുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്തു എന്ന് സാക്ഷ്യത്തിലൂടെ ഏറ്റുപറയുന്നു. അതിനായി അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ആസ്തിയുണ്ട്. ഏതെല്ലാം കാര്യങ്ങളിലാണോ താൻ ചെറുപ്പത്തിലെ തൻ്റെ ക്രിസ്തീയ വിശ്വാസം എപ്പോഴും ഏറ്റുപറയുവാനും ക്രിസ്തീയ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുവാനും ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ എപ്പോഴും ഏറ്റുപറയുവാനും ദേവാലയത്തോട് ചേർന്ന് നിൽക്കുവാനുമൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു ആധ്യാത്മിക ആസ്തി അദ്ദേഹത്തിന് സങ്കടകാലങ്ങളിലെല്ലാം വളരെ പെട്ടെന്ന് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ഗ്രീൻ സിഗ്നൽ കൊടുക്കുവാനായി സാധ്യത ഉണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അദ്ദേഹം സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് ഏറ്റുപറയുകയുണ്ടായി, ഞാൻ എപ്പോഴും ഈശോയ്ക്ക് എനിക്ക് ലഭിച്ചതിൻ്റെ വലിയ ഒരു ഭാഗം ആദ്യഫലം ഈശോയ്ക്ക് നൽകാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഒരു നല്ല വീട് പണിയാൻ സാധിച്ചു. ആ ഹൗസ് ബ്ലെസ്സിങ്ങിൻ്റെ ആ ദിവസം തന്നെ, ആഘോഷങ്ങൾക്ക് മുൻപ് തന്നെ അനാഥാലയത്തിൽ കൊണ്ടുപോയി അവിടെയുള്ള മക്കൾക്ക് അവർ കഴിക്കുന്ന ആ ഭക്ഷണം തന്നെ കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വളരെ എളിമയോടുകൂടി വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ അദ്ദേഹം ഏറ്റുപറയുകയുണ്ട്. അതിവിടെ പറയാൻ വിട്ടുപോയതായിരിക്കാം. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. എപ്പോഴും വചനത്തിൽ ആഴപ്പെട്ട് വചനത്തെ അന്വേഷിച്ചുകൊണ്ട് ഈശോയെ അന്വേഷിച്ചുകൊണ്ട് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം എനിക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്കെല്ലാം സാധ്യമാകും. നമുക്ക് ഭയപ്പെടേണ്ട, നീ ശാന്തനായിരുന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാമെന്നുള്ള ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഉടമ്പടി ജീവിതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മുന്നേറ്റമാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ തീർത്ഥാടക ഉടമ്പടിയെടുത്ത് വീണ്ടും കുവൈറ്റിലേക്ക് പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ഈശോയെ വീണ്ടും എത്തിപ്പിടിക്കാൻ, നിത്യതയിലേക്ക് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. എല്ലാ സങ്കടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുമെന്നുള്ള ഒരു വലിയ സന്തോഷത്തോടെയും വലിയ ആത്മാർത്ഥമായ വിശ്വാസത്തോടെയുമാണ് ജോബിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോടെ